ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു BBR. BBRന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് രാസബന്ധനം എന്നൊരു ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ആറ്റങ്ങൾ ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അവരെങ്ങനെയാണ് യോജിച്ചു നിൽക്കുന്നത്, അവർക്കിടയിലുള്ള ബന്ധനങ്ങൾ ഏതൊക്കെ രീതിയിലാണ്, എങ്ങനെയാണ് ഇവരുടെ ഇലക്ട്രോൺ വിന്യാസവും സ്ഥിരതയും നിലനിർത്തുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നേരിട്ട് നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ? അപ്പോൾ ആദ്യം തന്നെ എന്താണ് സംയുക്തങ്ങൾ, എങ്ങനെയാണ് സംയുക്തങ്ങൾ ഉണ്ടാവുന്നത് എന്ന് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റ് നോക്കൂ. പദാർത്ഥങ്ങളെ അവയുടെ തന്മാത്രകളിലെ ആറ്റങ്ങൾക്കനുസരിച്ച് മൂലങ്ങൾ എന്നും സംയുക്തങ്ങൾ എന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ ആറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ചെറിയ കണികയാണ് ആറ്റങ്ങൾ. ഈ ആറ്റങ്ങൾ കൂടിയാൽ നമ്മൾ എന്ത് പറയും? അതിനെ തന്മാത്ര എന്ന് പറയും. അപ്പൊ ആറ്റങ്ങൾക്കനുസരിച്ച് മൂലങ്ങൾ എന്നും സംയുക്തങ്ങൾ എന്നും വേർതിരിച്ചിട്ടുണ്ട്. ഇപ്പൊ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ കൂടിച്ചേർന്നാണ് സംയുക്തങ്ങൾ ഉണ്ടാവുന്നത്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ എന്നതൊരു മൂലകമാണ്, ഓക്സിജൻ എന്നതൊരു മൂലകമാണ്. അപ്പൊ ഹൈഡ്രജനിൽ ഒരുപാട് ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ടാവും. ഓക്സിജനിൽ എന്തുണ്ടാവും? ഓക്സിജന്റെ ഒരുപാട് ആറ്റങ്ങൾ ഉണ്ടാവും. ഒരുപാട് ആറ്റങ്ങൾ കൂടിയിട്ടാണ് ഓക്സിജൻ ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടിയിട്ടാണ് ഹൈഡ്രജൻ മൂലകം ഉണ്ടായിട്ടുള്ളത്. അപ്പം ഈ ഹൈഡ്രജനും ഓക്സിജനും വേറെ വേറെ മൂലകങ്ങളല്ലേ? അപ്പം ഇതിലുള്ള ഈ ആറ്റങ്ങൾ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? H2O, അതായത് നമുക്ക് ജലം കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ജലത്തെ നമുക്ക് എന്ത് പറയാം? ഇതൊരു സംയുക്തമാണെന്ന് പറയാം. അതായത് വ്യത്യസ്ത മൂലകങ്ങൾ ചേർന്നാൽ എന്ത് കിട്ടും? സംയുക്തങ്ങൾ കിട്ടും. വ്യത്യസ്ത മൂലകങ്ങൾ ചേർന്നാൽ സംയുക്തങ്ങൾ കിട്ടും. മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജനിൽ ഒരുപാട് ആറ്റങ്ങളുണ്ട്. അതെല്ലാം എന്തായിരിക്കും? ഒരേ സ്വഭാവ സവിശേഷതകളുള്ള ആറ്റങ്ങളായിരിക്കും. അപ്പൊ മൂലങ്ങൾ എന്നും നമ്മൾ സംയുക്തങ്ങൾ എന്നും വേർതിരിക്കുന്നുണ്ട്. ഇപ്പൊ സംയുക്തങ്ങളാണെങ്കിൽ അതിലുള്ള പലതും പല പല ആറ്റങ്ങളായിരിക്കും, അത് ഓർത്തിരിക്കുക. വേറെ വേറെ മൂലങ്ങളുടെ ആറ്റങ്ങളായിരിക്കും സംയുക്തത്തിലുള്ളത്. ഇപ്പൊ എക്സാമ്പിൾ പറയാൻ നമ്മൾ H2O നമുക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ് H2O, നമ്മളെ വെള്ളം. അപ്പൊ വെള്ളത്തിലുള്ള ഈ ഹൈഡ്രജൻ ആറ്റങ്ങൾ വ്യത്യാസമല്ലേ? ഓക്സിജൻ ആറ്റങ്ങളും വ്യത്യാസമാണ്. അതാണ് പറഞ്ഞത്, സംയുക്തത്തിലെ ആറ്റങ്ങൾ എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. അപ്പം വ്യത്യസ്ത മൂലങ്ങളുടെ ആറ്റങ്ങൾ കൂടിച്ചേർന്നാണ് സംയുക്ത തന്മാത്രകൾ ഉണ്ടായിരിക്കുന്നത്. അത് മനസ്സിലായല്ലോ എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഇവരെങ്ങനെയാണ് കൂടിച്ചേർന്നത്, ഇവരൊക്കെ ഇടയിലുണ്ടായ ബന്ധനങ്ങൾ എന്തൊക്കെയാണെന്ന് നെക്സ്റ്റ് പറയുന്നത് ഇലക്ട്രോൺ വിന്യാസവും സ്ഥിരതയെ കുറിച്ചാണ് ഇങ്ങോട്ട് നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ ആറ്റങ്ങൾ ചേർന്ന് തന്മാത്ര ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് ആറ്റങ്ങൾ ചേർന്നിട്ട് എന്ത് ചെയ്യും? തന്മാത്ര ഉണ്ടാവും. ഓർത്തിരിക്കണം കേട്ടോ, തന്മാത്ര ഉണ്ടാവും. അപ്പൊ ഈ തന്മാത്ര ഉണ്ടാകുന്നത് സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓർത്തിരിക്കണേ, എന്ത് കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്? സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ പീരിയോഡിക് ടേബിളില് 18ാം ഗ്രൂപ്പിൽ വരുന്ന മൂലങ്ങളാണ് ഏത്? ഉത്കൃഷ്ടവാതകങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ അലസവാതകങ്ങൾ എന്നൊക്കെ വിളിക്കും. നമ്മൾ പീരിയോഡിക് ടേബിൾ എടുക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ പീരിയോഡിക് ടേബിളിന്റെ ഒരു സ്ട്രക്ചർ ഞാൻ വരക്കുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പീരിയോഡിക് ടേബിൾ കാണുന്നത്. ഇതിൽ 18ാമത്തെ ഈ ഭാഗത്താണ് എന്ത്? 18ാം ഗ്രൂപ്പ് മൂലങ്ങൾ കാണുന്നത്. ഈ 18ാം ഗ്രൂപ്പ് മൂലങ്ങൾ എന്ത് വിളിക്കുന്നുണ്ട്? ആ 18ാം ഗ്രൂപ്പ് മൂലങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ എന്ത് പറയും? ഉത്കൃഷ്ടവാതകങ്ങൾ. നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകങ്ങൾ. എന്തുകൊണ്ടാണ് ഇവരെ ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ അലസവാതകങ്ങൾ എന്ന് പറയുന്നത്? അതായത് ഇവരുടെ ബാഹ്യമത ഷെല്ല് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ജസ്റ്റ് നോക്കാം, ഞാൻ നിങ്ങൾക്ക് ഇവിടെ സൂം ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു ആറ്റം എടുക്കുകയാണ്. ആ ആറ്റത്തിന് ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. പിന്നെ ഈ ന്യൂക്ലിയസിന് ചുറ്റും എന്തുണ്ട്? ഷെല്ലുണ്ട് കേട്ടോ. വെറുതെ ഒരു ആറ്റം എടുക്കുകയാണ്. അപ്പം നമ്മൾ ആ ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിൽ അപ്പൊ ഈ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഷെല്ലില് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഒരു ഇലക്ട്രോൺ ആണുള്ളത് അല്ലെ? ഹൈഡ്രജനിൽ എന്തുണ്ട്? ഒരു ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം H2O എന്ന് പറയുകയാണെങ്കിൽ H2O എന്ന് പറഞ്ഞ സംയുക്തമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓക്സിജൻ എടുക്കുകയാണെങ്കിലും ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിലും അതിന്റെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് നോക്കും. അപ്പൊ ഇപ്പൊ ഞാൻ എക്സാമ്പിളിന്
നിങ്ങൾക്ക് വേറൊരു മൂലകം കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് നമ്മളെ ഹീലിയം എത്രയാണ് അറ്റോമിക് നമ്പർ? 1 ഹൈഡ്രജന്റെ 1 ഹീലിയത്തിന്റെ എന്താണ് 2 അറ്റോമിക് നമ്പർ. ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2 വരുന്നത്, ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 വരുന്നത്. അപ്പൊ ഹീലിയം 2 അല്ലേ? അപ്പൊ ഇതിന്റെ ഞാൻ ഇലക്ട്രോൺ വിന്യാസം എഴുതാണെങ്കിൽ, അതായത് ഞാൻ വരക്കാണ്, ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഒരു ആറ്റം, അതായത് ഹീലിയം എന്നുള്ള ഒരു ആറ്റം എടുക്കാണ്. ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 2. അറ്റോമിക് നമ്പർ 2 എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ചുറ്റുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം 2 എന്നാ പറഞ്ഞത് അല്ലേ? ആ ഒരു അറ്റോമിക് നമ്പർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സംഭവമാണ്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് അറ്റോമിക് നമ്പർ. അതേപോലെ പ്രോട്ടോൺസിന്റെ എണ്ണവുമാണ് ഇത് അറ്റോമിക് നമ്പർ. പ്രോട്ടോൺസ് എത്രയുണ്ടോ അത്രയും ഇലക്ട്രോൺസും ഒരു ആറ്റത്തിൽ ഉണ്ടാവും. ഇപ്പൊ ഒരു ആറ്റത്തില് 10 പ്രോട്ടോൺ ഉണ്ട് എന്ന് വിചാരിച്ചോളി. അപ്പൊ അതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 10 ഇലക്ട്രോൺസ് ഉണ്ടാവും. മനസ്സിലായോ? 10 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ 10 ഇലക്ട്രോൺ ഉണ്ടാവും. 20 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ 20 ഇലക്ട്രോൺസ് ഉണ്ടാവും. അതേപോലെ ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 2. അപ്പൊ എത്ര ഇലക്ട്രോൺസ് ഉണ്ടായില്ലേ? 2 ഇലക്ട്രോൺസ്. അപ്പൊ അതിൽ എത്ര പ്രോട്ടോൺ ഉണ്ട്? 2 പ്രോട്ടോൺ. അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഹീലിയത്തിന്റെ ആറ്റത്തെ നമ്മൾ വരക്കാണ്, ഡയഗ്രമാറ്റിക് വരക്കാണ് കേട്ടോ. അപ്പൊ ഇവിടെ ന്യൂക്ലിയസ് നമ്മൾ വരച്ചു. ആ ന്യൂക്ലിയസിൽ പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. എത്ര പ്രോട്ടോൺ ഉണ്ടാവും? 2 പ്രോട്ടോൺ ഉണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ഇതിന് ചുറ്റും ഷെല്ലുണ്ട്. അപ്പൊ ഈ ഷെല്ലില് ഒന്നാമത്തെ ഷെല്ലില് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒന്നാമത്തെ ഷെല്ലിനെ വിളിക്കുന്ന പേരാണ് കെ, രണ്ടാമത്തെ ഷെല്ലിനെ വിളിക്കുന്ന പേരാണ് എൽ. KLMN, KLMN എന്നല്ലേ വിളിച്ചിരുന്നത്. അപ്പൊ ഒന്നാമത്തെ ഷെല്ലിൽ നമുക്ക് എത്ര ഇലക്ട്രോൺസിനെ കൊടുക്കാൻ പറ്റും? 2 ഇലക്ട്രോൺസിനെ കൊടുക്കാൻ പറ്റും അല്ലേ? ഇനി വേറെ ഒറ്റ ഇലക്ട്രോൺസും ഇല്ലല്ലോ. അപ്പൊ ഇവർക്ക് എന്താ? ഇനി അങ്ങോട്ട് കൊടുക്കാനുമില്ല, ഇങ്ങോട്ട് വാങ്ങാനുമില്ല. ഇവര് ബാഹ്യതമ ഷെല്ലില് 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഇവരെന്താണ്? ഇവർക്ക് ആകെ ഒരു ഷെല്ലുള്ളൂ. ആ ഷെല്ലില് 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഇനി ഇവർക്ക് എന്താ ആവശ്യമില്ല? സ്ഥിരത കൈവരിക്കാന്, അതായത് ഇവർക്ക് എന്താ ആവശ്യമില്ല? ഇനി ഒരു ഇലക്ട്രോൺസിനെ കൊടുക്കും വേണ്ട, ഇങ്ങോട്ട് വാങ്ങും വേണ്ട. അപ്പൊ ഇവരെന്താ? ഫ്രീ ആണ്. അപ്പൊ ഫ്രീ ആണ്. ഫ്രീ ആയതുകൊണ്ടാണ് ഇവരെന്ത് വിളിക്കുന്നത്? ഫ്രീ ആയി നടക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളടുത്ത് നിങ്ങളെ വീട്ടില് നിങ്ങൾക്ക് ഒരുപാട് ക്യാഷ് ഉണ്ട്. നിങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാ സ്വത്തും അതേപോലെ പണവും കാര്യങ്ങളൊക്കെ നിങ്ങളെ വീട്ടിലുണ്ട്. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് എന്താവും? ഇനി പഠിക്കൊന്നും വേണ്ട, ഇനി അലസന്മാരായിട്ട് നടക്കുക. ആ ഒരു ഇതാണ്. അതേപോലെ തന്നെയാണ് ഈ ആറ്റങ്ങളെ ഷെല്ലിൽ എന്തുണ്ട്? 2 ഇലക്ട്രോൺസ് ഉണ്ട്. അവർക്ക് അപ്പൊ എന്താണ്? സ്ഥിരതായി. അവർക്ക് ഇനി ഒരു ഇലക്ട്രോൺസിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇവർ എന്ത് ചെയ്യും? അലസന്മാരായിട്ട് നടക്കും. അതായത് വേറെ ആരെ കൂടെയും ഒരു പ്രവർത്തനത്തിനും പോകൂല, ഒരു രാസപ്രവർത്തനത്തിലും ഏർപ്പെടൂല. അങ്ങനത്തെ ഗ്യാസിനെ അങ്ങനത്തെ വാതകങ്ങൾ വിളിക്കുന്ന പേരാണ് അലസവാതകങ്ങൾ. ഇപ്പൊ നമ്മളെ ഹൈഡ്രജന്റെ കേസ്, ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ എന്നാൽ 1 അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ 1 അപ്പൊ അതിന്റെ ആറ്റം അമരിക്കാണ്. പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. അപ്പൊ അതിന്റെ ബാഹ്യത്തിന് ഒരു ഷെല്ല് വരച്ചു, കാരണം ഒരു ഇലക്ട്രോൺ ഉള്ളൂ. അപ്പൊ ഒന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വേണം? ശരിക്ക് 2 ഇലക്ട്രോൺ വേണം. പക്ഷെ ഹൈഡ്രജന് ആകെ എത്ര ഇലക്ട്രോൺ ഉള്ളൂ? ഒരൊറ്റ ഇലക്ട്രോൺ ഉള്ളൂ. കാരണം അറ്റോമിക് നമ്പർ 1 ആണ്. അപ്പൊ ഒറ്റ ഇലക്ട്രോൺ ഉള്ളൂ. അപ്പൊ വേറെ എവിടെന്നെങ്കിലും എന്ത് ചെയ്യണം? ഒരു ഇലക്ട്രോണും കൂടി വേണം. അപ്പൊ വേറൊരു ഹൈഡ്രജൻ ആറ്റം ഇവിടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ഹൈഡ്രജൻ ആറ്റത്തിനും 1 വേണം, ഈ ഹൈഡ്രജൻ ആറ്റത്തിനും 1 വേണം. അപ്പൊ ഇവർ രണ്ടാളും തമ്മിൽ കാണുമ്പോൾ എന്ത് ചെയ്യും? ഇവര് തമ്മിൽ ഒരു രാസപ്രവർത്തനം നടക്കും. അങ്ങനെയാണ് അത് H2 ആവുന്നത്. മനസ്സിലായോ? അപ്പൊ ഹൈഡ്രജൻ H2 ആയിട്ടേ നിൽക്കുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നോക്കി, വേറൊരു ഹൈഡ്രജൻ ആറ്റം അതിന്റെ തൊട്ടടുത്തോട്ട് വരികയാണ്. അതായത് 2, ഇപ്പൊ ഒന്നാമത്തിന് 1 എഴുതിയത് വേറൊരു ഹൈഡ്രജനും 2 എഴുതിയത് വേറൊരു ഹൈഡ്രജനാണ്. അപ്പൊ ഈ ഒന്നാമത്തെ ഹൈഡ്രജൻ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിന് ഒരു ഇലക്ട്രോൺ എവിടുന്നെങ്കിലും വേണം. അപ്പൊ അതാ വേറൊരു ചങ്ങായി എന്തുണ്ട്? ഒരു സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അവർക്ക് എന്ത് വേണം? ബാഹ്യതമ ഷെല്ലിൽ, അവരുടെ ഷെല്ലിൽ എന്ത് വേണം? ഒരു ഇലക്ട്രോൺസിനെയും കൂടി വേണം. അപ്പൊ ഇവര് രണ്ടാളും വന്നിട്ട് എന്ത് പറയും? അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാൾക്കും വേണമല്ലോ. അപ്പൊ ഇതിന്റെ ഒരു ഇലക്ട്രോൺസിന്റെ ഒരു ഭാഗം ഇങ്ങോട്ട് ഷെയർ ചെയ്യും, മറ്റത് ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അങ്ങനെ ഇവരെന്ത് ചെയ്യും? സംയോജിച്ച് നിൽക്കും. അവിടെ സംയോജനാണ് ഉണ്ടാവുന്നത്. ഓർത്തിരിക്കട്ടോ. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? H2 ഫോം ചെയ്യുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ എങ്ങനെയാണ് അതിന്റെ മെത്തേഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കൂടെ പറയും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലായോ? അപ്പൊ ഇനി നമ്മൾ ഹീലിയത്തിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു തന്നു, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, അത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നിയോണിന്റെ കേസ് എടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെയാണ്. നിയോണിൽ നോക്കൂ, നിയോണിൽ 10 ഇലക്ട്രോൺസ് ഉണ്ട്. കണ്ടോ? നിയോണിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 10. അപ്പൊ ഒന്നാമത്തെ നമ്മൾ പഠിച്ചിട്ടില്ലേ? KLMN, KLMN. കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ്? അതായത് ആ ഒരു ചാപ്റ്റർ നോക്കാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം, കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട്. ഒരു ഇലക്ട്രോൺ, ഒരു ആറ്റം, ആറ്റത്തിന് ഞാനിപ്പോ ജസ്റ്റ് ഒരു എക്സ് എന്ന ആറ്റം ഉണ്ട്.
ഈ എക്സ് എന്ന ആറ്റത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെ ഒരുപാട് ഈ ന്യൂക്ലിയസിന് ചുറ്റും എന്തുണ്ട്, ഇലക്ട്രോൺ സഞ്ചരിക്കുന്ന ഒരു പാത ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഷെല്ല് എന്ന് വിളിക്കുന്നു. അപ്പൊ ആ ഷെല്ലിനെ അവിടെ വരച്ച് കാണിച്ചു തരാണ് കേട്ടോ നിങ്ങൾക്ക്. അപ്പൊ നോക്കൂ, അപ്പൊ ഇത് ന്യൂക്ലിയസ് ആണ്. അപ്പൊ ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കാണപ്പെടുന്ന ഈ ഒരു പാതനെ വിളിക്കുന്ന പേരാണ് ഷെല്ല്. കണ്ടോ, ഈ ഒരു സർക്കിളിനെ വിളിക്കുന്ന പേരാണ് ഷെല്ല്. കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഷെല്ലിലാണ് എന്ത്, ഇലക്ട്രോൺസ് ഉള്ളത്. പക്ഷേ ഈ ഇലക്ട്രോൺസ് ഷെല്ലിൽ കാണുകയാണെങ്കിലും ഈ ഷെല്ലുണ്ടല്ലോ, ഇതിന്റെ ഉള്ളിലും ഒരു ബോക്സ് ഉണ്ട്, ഇതിന്റെ ഉള്ളിലും ഒരു ഷെല്ലുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സബ് ഷെല്ല്. എഴുതി വെക്കണേ, സബ് ഷെല്ല്. അപ്പൊ ഷെല്ലുണ്ട്, സബ് ഷെല്ലുണ്ട്. അപ്പൊ ഈ സബ് ഷെല്ലിലാണ് ശരിക്കും എന്ത് കാണുന്നത്, ഇലക്ട്രോൺസ് കാണുന്നത്. അപ്പൊ പുറമൊക്കെ നമ്മൾ എന്ത് പറയും, ഷെല്ലിലാണ് ഇലക്ട്രോൺ ഉള്ളത്. ഷെല്ലിന്റെ ഉള്ളിലുള്ള സഞ്ചാരപാതയായിട്ടുള്ള സബ് ഷെല്ലിലാണ് എന്ത് ചെയ്യുന്നത്, ശരിക്കും ഇലക്ട്രോൺസ് ഉള്ളത്. അപ്പൊ നോക്കൂ, ഓരോ ഷെല്ലിലും ഒരു കറക്റ്റ് അളവ്, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു സാധനം കൊടുക്കുമ്പോൾ ഒരു നിശ്ചിത അളവ് ഉണ്ടാവുമല്ലോ. അതേപോലെ നമ്മളിപ്പോൾ ഇലക്ട്രോൺസ് നമ്മളെടുത്തൊരു 20 ഇലക്ട്രോൺസ് ഉണ്ട് കേട്ടോ, 20 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഇലക്ട്രോൺസിന് എനിക്ക് ഇങ്ങനെ വരെ ഷെല്ലിക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പൊ ഒന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് കൊള്ളും, രണ്ടാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് കൊള്ളും, അങ്ങനെ ഒരു കറക്റ്റ് അളവുണ്ട്. അപ്പൊ ആ അളവിന് നമ്മൾ എന്ത് ചെയ്യും, ആ അളവിന് ഒന്നാമത്തെ ഷെല്ലിനെ നമ്മൾ വിളിക്കുന്നതാണ് കെ, രണ്ടാമത്തെ ഷെല്ലിനെ നമ്മൾ എൽ എന്ന് വിളിക്കും, മൂന്നാമത്തെ ഷെല്ലിനെ എൻ എന്ന് വിളിക്കും, കെ എൽ എം എൻ, എം എന്ന് വിളിച്ചും. പിന്നെ നാലാമത്തെ ഷെല്ലിനെ നമ്മൾ എൻ എന്ന് വിളിക്കും. അങ്ങനെയാണ് നമ്മൾ ഷെല്ലുകളെ നെയിം ചെയ്തിരിക്കുന്നത്, ഓർത്തിരിക്കുക. അപ്പൊ ഈ കെ ഷെല്ലിൽ, അതായത് ഒന്നാമത്തെ ഷെല്ലിൽ നമുക്ക് എത്ര ഇലക്ട്രോൺസിനെ കൊടുക്കാൻ പറ്റും, വെറും 2 ഇലക്ട്രോൺസിനെ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ കെയിൽ എത്ര ഇലക്ട്രോൺസ് പോവും, 2 ഇലക്ട്രോൺസ്. പിന്നെ നമ്മൾ എല്ലിൽ എത്ര ഇലക്ട്രോൺസിനെ പോവും, എല്ലില് 8 ഇലക്ട്രോൺസിനെ നമുക്ക് കൊടുക്കാൻ പറ്റും. 2, 8, 18, 32, 2, 8, 18, 32 ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. കെ എൽ എം എൻ, കെ എൽ എം എൻ. അപ്പൊ രണ്ടാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസിനെ കൊടുക്കാൻ പറ്റും, 8 ഇലക്ട്രോൺസിനെ കൊടുക്കാൻ പറ്റും. മൂന്നാമത്തെ ഷെല്ലാണ് എം. ഈ എമ്മില് എത്ര ഇലക്ട്രോൺസിനെ കൊടുക്കാൻ പറ്റും, 18 ഇലക്ട്രോൺസിനെ കൊടുക്കാൻ പറ്റും. നാലാമത്തെ ഷെല്ലാണ് എൻ. എന്നിൽ എത്ര ഇലക്ട്രോൺസിനെ കൊടുക്കാൻ പറ്റും, 32 ഇലക്ട്രോൺസിനെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ നോക്കൂ, ഞാൻ ഒന്നുകൂടി വരക്കുന്നുണ്ട്. നമ്മളടുത്തതാ 20 ഇലക്ട്രോൺസ് ആണ് നമ്മളടുത്തുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും, 20 ഇലക്ട്രോൺസ് ഉണ്ട്. അതിൽ 2 ഞാൻ എന്ത് ചെയ്തു, ഒന്നാമത്തെ ഷെല്ലിൽ 2 ഞാൻ കൊടുത്തു. അവിടെ ഇങ്ങനെ എഴുതണുള്ളൂ. അപ്പൊ ബാക്കി എത്ര ഉണ്ട്, 20ന്ന് 2 പോയാൽ 18 അല്ലെ. അപ്പൊ 18ൽ എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ഇവിടെ 8 ഇലക്ട്രോൺസിന് കൊടുക്കാൻ പറ്റും. അപ്പം 8 ആകുമ്പോ 10, അപ്പൊ 10 ഇലക്ട്രോൺസ് ആയല്ലോ. അപ്പൊ ഇനി ബാക്കി നമുക്ക് എത്ര, 10 ഇലക്ട്രോൺസ് കൂടി ഉണ്ട്. ആ 10 എവിടെ കൊടുക്കാൻ പറ്റും, ഈ മൂന്നാമത്തെ ഷെല്ലിലും കൊടുക്കാൻ പറ്റും. അപ്പൊ കെയില് 2 ഇലക്ട്രോണ്, കെ എല്ലില് 8 ഇലക്ട്രോണ്, കെ എൽ എം, എമ്മിൽ എത്ര ഇലക്ട്രോണാ, 10 ഇലക്ട്രോൺസിന് കിട്ടും. അപ്പൊ കണ്ടോ, അപ്പം ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് അവിടെ വന്നിട്ടുള്ളത്, 10 ഇലക്ട്രോൺസ് ആണ് വന്നിട്ടുള്ളത്. ഓർത്തിരിക്കണേ, 10 ഇലക്ട്രോൺസ് ആണ് വന്നിട്ടുള്ളത്. ഇത്രയും കിട്ടിയല്ലോ, സെറ്റ് ആവുന്നുണ്ടോ? അപ്പൊ ഞാൻ നിങ്ങൾക്കൊന്ന് എക്സാമ്പിൾ കാണിച്ചു തന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് ഇലക്ട്രോൺസിന്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തന്നതാണ്. അപ്പൊ നോക്കി, ഇപ്പൊ നമ്മളെ നിയോണിന് എടുക്കുകയാണെങ്കിൽ നോക്കൂ, ഇവിടെ കാണുന്നുണ്ടോ, നേരത്തെ ഞാൻ ആ 20 ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നിയോണിന് ഇവിടെ എന്താണ് കേസ്, നിയോണിന്റെ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ പറഞ്ഞാൽ 10 ആണ്. അപ്പൊ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, 10 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസിനെ കൊടുക്കാൻ പറ്റും, 2 ഇലക്ട്രോൺസിനെ കൊടുക്കാൻ പറ്റും. രണ്ടാമത്തെ ഷെല്ലിലോ ആ 10ന്ന് 2 പോയ 8 അല്ലേ. അപ്പൊ 2ൽ എല്ലിൽ എത്ര ഇലക്ട്രോൺസ് പോവും, മാക്സിമം 8 ഇലക്ട്രോൺസ് പോവും. 2, 8, 18, 32 എന്നല്ല പറഞ്ഞേ. അപ്പൊ എന്താണ്, നമുക്ക് ബാക്കി 8ഉം കൊടുക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു കേസ്. അപ്പൊ ബാഹ്യതമ ഷെല്ലിലുണ്ടല്ലോ 8 ഇലക്ട്രോൺസ് ആണെങ്കിൽ, ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒക്ടേവ്. അല്ലെങ്കിൽ എന്ത് വിളിക്കും, അതിനെ നമ്മൾ എന്ത് വിളിക്കും, അഷ്ടകം പൂർത്തിയാക്കി എന്ന് വിളിക്കും. അതായത് ഒരു ഇലക്ട്രോൺ ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറഞ്ഞാല് ബാഹ്യതമ ഷെല്ലിൽ എന്ത് ചെയ്യണം, കണ്ടോ, ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരുന്ന ക്രമീകരണം അഷ്ടക ഇലക്ട്രോൺ അല്ലെങ്കിൽ എന്താണ്, ഒക്ടറ്റ് കോൺഫിഗറേഷൻ എന്ന് വിളിക്കും. അപ്പൊ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരുന്ന ക്രമീകരണം അഷ്ടക ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ എന്ത് വിളിക്കും, ഒക്ടറ്റ് കോൺഫിഗറേഷൻ എന്ന് വിളിക്കും. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഇവിടെ എന്താ കാണാൻ പറ്റുന്നത്, എല്ലാത്തിലും ഈ ഹീലിയം ഒഴികെ, കാരണം ഹീലിയത്തിന് ഫസ്റ്റത്തെ ഒരൊറ്റ ഷെല്ലുള്ളൂ. അപ്പൊ അതിൽ 2 ഇലക്ട്രോൺസ് മതി, അപ്പൊ അത് ഫുൾ ആണ്. പക്ഷേ ബാക്കി എല്ലാത്തിലും നോക്കൂ, ലാസ്റ്റ് എന്താണ്, 8 ആണ് വരുന്നത് അല്ലെ.
അപ്പോൾ 8 വരുന്ന ഇവ നമ്മൾ വിളിക്കുന്നതാണ് അഷ്ടകം പൂർത്തിയാക്കുക. അപ്പോൾ നോക്കി ഞാൻ പറഞ്ഞുതരാം ഒരു എക്സാമ്പിൾ. ഇപ്പൊ ഏതൊരു ഇലക്ട്രോൺസിന് എടുക്കുകയാണെങ്കിലും അഷ്ടകം പൂർത്തിയാക്കണം, എന്നാലേ അവരെന്ത് ചെയ്യുള്ളൂ, സ്ഥിരത കൈവരിക്കുള്ളൂ. അഷ്ടകം അതായത് 8 ഇലക്ട്രോൺസ് ബാഹിതമ ഷെല്ലിൽ വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരു മൂലകം അല്ലെങ്കിൽ ഒരു മൂലകത്തിന് എന്ത് ചെയ്യുള്ളൂ, അതിന്റെ സ്ഥിരത കൈവരിക്കുള്ളൂ. അപ്പൊ ഈ അഷ്ടകം പൂർത്തിയാക്കാൻ വേണ്ടി, അതായത് 8 ഇലക്ട്രോൺ, അതായത് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ആറ്റം, ഈ ആറ്റത്തിന്റെ ലാസ്റ്റത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, 7 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ 7 അല്ലേ ഉള്ളൂ. അപ്പൊ 7 ഇലക്ട്രോൺസ് ഉള്ള ഈ ഒരു ആറ്റം എന്ത് ചെയ്യും, ഈ ഒരു മൂലകം എന്ത് ചെയ്യും, എവിടുന്നെങ്കിലും ഒരു ഇലക്ട്രോണിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഓടി ചാടി കളിക്കും. അപ്പൊ എവിടുന്നെങ്കിലും ഒരു ഇലക്ട്രോൺസിനെ കിട്ടുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, അതിനെ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ ഒരു ബന്ധനം ഉണ്ടാവും, ഒരു രാസബന്ധനം അവിടെ ഉണ്ടാക്കും. അങ്ങനെ എന്ത് ചെയ്യും, അത് അതിന്റെ അഷ്ടകം പൂർത്തിയാക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. മനസ്സിലായല്ലോ? വസ്തുക്കൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഒക്ടറ്റ് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓർത്തിരിക്കുക. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞു വന്നത്, ഒരു മൂലകത്തിന്റെ ആറ്റത്തിന്റെ ബാഹിതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് പൂർത്തിയാവുന്നത് വരെ എന്ത് ചെയ്യും, അവർ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും. അപ്പൊ ഒരു ഇവരിൽ നോക്കൂ, ഇവരിൽ എല്ലാവരിലും എന്താണ്, 8 ഇലക്ട്രോൺസ് ഫുള്ളാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യൂല, രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടൂല. കാരണം ബാഹിതമ ഷെല്ലിൽ എന്തുണ്ട്, 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആണ്. അതുകൊണ്ട് ഇവര് രാസപ്രവർത്തനത്തിൽ പങ്കെടൂല. അതുകൊണ്ട് ഇവരെന്ത് വിളിക്കും, അലസവാദങ്ങൾ. അലസന്മാരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും. അതുകൊണ്ട് അലസവാദങ്ങൾ എന്ന് വിളിക്കുന്നു. സെറ്റല്ലേ? ബാഹിതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരുന്ന ക്രമീകരണം അഷ്ടകം ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ ഒക്ടറ്റ് കോൺഫിഗറേഷൻ എന്നറിയപ്പെടുന്നു. ഒരാറ്റത്തിലെ അഷ്ടക ഇലക്ട്രോൺ സംവിധാനം സ്ഥിരതയുള്ള ഘടനയാണ്. കണ്ടോ? അപ്പം അഷ്ടകം പൂർത്തിയാക്കിയാൽ നമ്മൾ എന്ത് വിളിക്കും, അത് ആ ആറ്റത്തിൽ എന്താണ്, സ്ഥിരതയുള്ള ഘടനയാണ് എന്ന് വിളിക്കും. ഉത്കൃഷ്ടവാദങ്ങൾക്ക് ഈ ഘടനയുള്ളതിനാൽ അവയ്ക്ക് സ്ഥിരത ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഉത്കൃഷ്ടവാദങ്ങൾ ഏതൊക്കെയാ, അതുകൂടി ഒന്ന് പഠിക്കണല്ലോ. ഉത്കൃഷ്ടവാദങ്ങൾ ഏതൊക്കെയാണ്? ഹീലിയം, നിയോണ്, ആർഗണ്, ക്രിപ്റ്റോണ്, സിനോണ്, റെഡോണം. എന്താണ്? ഹീലിയം, നിയോണ്, ആർഗണ്, ക്രിപ്റ്റോണ്, സിനോണ്, റെഡോണ്. അത് പഠിച്ചിരിക്കുക കേട്ടോ. ഇതിന്റെ കോഡ് ഉണ്ട്, ജസ്റ്റ് ഓർത്തിരിക്കുക. ഹായ്, നീ ആരാ? ക്രിസ്പി ആയിട്ടുള്ള റസ്ക് മാത്രം തിന്നാൻ. അതായത് ഒരു കുട്ടി ഉണ്ട്, ആ കുട്ടി എന്താണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള റസ്ക് മാത്രമേ തിന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഓർത്തിരിക്കുക. അപ്പൊ ഹായ്, നീ ആരാ? അപ്പൊ ഹായ് എന്നുള്ളേത്തെ ഹാ എന്ന് പറയുമ്പോ ഹീലിയം കിട്ടും. നീ എന്നുള്ളേത്തെ നിയോണ്. ആരാ എന്നുള്ളത് ആർഗണ്. ആർഗണ്. ക്രിസ്പി ആയിട്ടുള്ള എന്നുള്ളത് എന്നുള്ളതിന് ക്രിപ്റ്റോണ്. സ്പി എന്നുള്ളതിന് സിനോണ്. റസ്ക് എന്നുള്ളതിന് റെഡോണ്. അങ്ങനെ കിട്ടല്ലോ. ഹായ്, നീ ആരാ? ക്രിസ്പി ആയിട്ടുള്ള റസ്ക് മാത്രം തിന്നാൻ. നീ ആരാണ് ക്രിസ്പി ആയിട്ടുള്ള റസ്ക് മാത്രം തിന്നാൻ എന്ന് ചോദിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 18ാം ഗ്രൂപ്പിലെ മൂലങ്ങൾ കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ അലസന്മാരല്ലേ അത്ര വാശിയൊക്കെ പിടിക്കുക, ക്രിസ്പി ആയിട്ടുള്ള റസ്ക് തന്നെ വേണം എന്നൊക്കെ. അപ്പൊ അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഹായ്, നീ ആരാ? ക്രിസ്പി ആയിട്ടുള്ള റസ്ക് മാത്രം തിന്നാന്. അത് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും സെറ്റാണല്ലോ. അപ്പം ഓർത്തിരിക്കണം. അപ്പൊ ഈ വാദങ്ങൾ എന്ത് ചെയ്യുന്നില്ല, സാധാരണയായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല. ഹീലിയം ആറ്റത്തിൽ ഒരു ഷെല്ല് മാത്രമേ ഉള്ളൂ. ഒന്നാം ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 അതിനാൽ ഹീലിയത്തിന്റെ കാര്യത്തിൽ 2 ഇലക്ട്രോൺ സംവിധാനം എന്താണ്, സ്ഥിരതയുള്ളതാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യമാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു തന്നതാണ്. ഇനി ടെക്സ്റ്റിലുള്ള പോയിന്റ് ഒക്കെ പറഞ്ഞണോ, നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവല്ലോ, അതിന് വേണ്ടിയിട്ട് വായിച്ചു തന്നതാ. ഇനി അടുത്തത് മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിരുന്നല്ലോ, ആ ഒരു ഇത് വെച്ചിട്ട് ഇത് എഴുതുക കേട്ടോ. ഇതിപ്പോ മെഗ്നീഷ്യം, ഞാനൊരു 2 എക്സാമ്പിൾസ് കാണിച്ചു, ബാക്കി നിങ്ങളൊന്ന് എഴുതിയിട്ട് ഫിൽ ചെയ്യണം. മെഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12 എന്നാ. അപ്പൊ ഒന്നാമത്തെ ഷെല്ല്, നമ്മൾ ഷെല്ല് ആദ്യം എഴുതുക. ഷെല്ല് കെ ഉണ്ട്. അതേപോലെ നിങ്ങൾക്ക് വേറെ കളറിൽ കാണിക്കാം. ഓക്കെ, കെ ഷെല്ലുണ്ട്, KLMN. അതിങ്ങനെ എഴുതുക. അപ്പൊ കെയിൽ എത്ര ഇലക്ട്രോൺ പോവും, 2 ഇലക്ട്രോൺ. എല്ലിൽ എത്ര ഇലക്ട്രോൺ പോവും, 8. എമ്മിൽ എത്ര ഇലക്ട്രോൺ പോവും, 18. പിന്നെ എന്നിൽ എത്ര ഇലക്ട്രോൺ പോവും, 32. ഇത് നിങ്ങൾക്ക് ഓർമ്മ വേണം, അത് നമ്മൾ കാണാതെ പഠിക്കണം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം, ഇനി അടുത്തത് നോക്കൂ. അപ്പൊ കെയില് ഇവിടെ ആകെ 12 ഇലക്ട്രോൺസ് ഉള്ളു. ഈ 12ത്തിന് എന്ത് ചെയ്യണം, നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം, ഈ ഷെല്ലിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ട് കൊടുക്കണം എന്നറിയുന്നവരെ. അപ്പൊ കെയില് മാക്സിമം 2 പോവുള്ളൂ. അപ്പൊ നമ്മൾ 2 ഇലക്ട്രോൺസിന് അവിടെ കൊടുത്തു. ഇത് കാണുന്നില്ലേ അല്ലേ, വേറെ കളർ യൂസ് ചെയ്യേ. അപ്പം
കെയിൽ എന്താണ് നമ്മൾ 2 ഇലക്ട്രോൺസിനെ കൊടുത്തു. പിന്നെ എന്താണ് എല്ലില് നമുക്ക് 12 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം പോയി. അപ്പൊ ഇനി 10 എണ്ണം ഉണ്ട്. അപ്പൊ 10 എണ്ണത്തിൽ 8 എണ്ണം ഇവിടെ കൊടുത്തൂടെ? അപ്പൊ എന്താണ് എല്ലില് 8 എണ്ണം പോകും. അപ്പൊ 8 കൊടുത്തു. അപ്പൊ 2 8 കണ്ടോ? 2 8 ഇവിടെ വരുന്നുണ്ടല്ലേ 2 8. പിന്നെ എമ്മിൽ എത്ര ഉണ്ട്? 18 എണ്ണം പോകും. പക്ഷെ ഇനി നമ്മളടുത്ത് ആകെ എത്ര എണ്ണം ഉള്ളൂ? 2 എണ്ണം ഉള്ളൂ. കാരണം ഓൾറെഡി ഇവിടെ 8ഉം 2ഉം 10 ആയി. ഇനി നമുക്ക് 2 എണ്ണം കൂടെ ഉള്ളൂ. അപ്പൊ ആ 2 എമ്മിലും കൊടുത്തു. അപ്പൊ എന്താ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക? ഇലക്ട്രോൺ വിന്യാസം 2 8 2 കണ്ടോ? 2 8 2 എങ്ങനെ വന്നത്? അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ബാക്കിയുള്ള ഓരോ ആറ്റത്തിന്റെ നമ്മൾ എഴുതേണ്ടത്. ഇപ്പൊ നോക്കൂ, ഇപ്പൊ നമുക്ക് ഇവിടെ 12 ഇലക്ട്രോൺസ് ആയിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ എന്താ നമുക്ക് ഈ ഒരു ഓക്സിജൻ എത്ര ഇലക്ട്രോൺസ് ഉള്ളത്? 8 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓക്സിജന്റെ ഇതാണ് KLMN എഴുതും. ആദ്യം KLMN എഴുതും. എന്നിട്ട് 8 ഇലക്ട്രോൺസ്. അപ്പൊ കെയിൽ എത്ര എണ്ണം? 2. പിന്നെ എല്ലില് 8, എമ്മില് 18, എന്നില് 32. അപ്പം കെയിൽ 8 ഇലക്ട്രോൺസ് ആണുള്ളത് ഓക്സിജന്. അപ്പൊ 2 എണ്ണം ഇവിടെ കൊടുത്ത്. 2 എണ്ണം കൊടുത്താൽ 8ന്ന് 2 പോയാൽ എത്ര? 8ന്ന് 2 പോയാൽ 6. അപ്പൊ ഇനി ബാക്കി 6 എണ്ണം ഉള്ളൂ. അപ്പൊ 6 എണ്ണം ഇവിടെ കൊടുക്കും. അപ്പൊ നോക്കി 2 6 കിട്ടും. പക്ഷെ നോക്കി ഇവരെ ബാഹിതമ ഷെല്ല് നോക്കി. ബാഹിതമ ഷെല്ലില് ഇനിയിപ്പോ മെഗ്നീഷ്യം എടുക്കുകയാണെങ്കിൽ മെഗ്നീഷ്യത്തിന് ബാഹിതമ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഉള്ളൂ. അപ്പൊ 8 എണ്ണം ആവാൻ വേണ്ടി ഇങ്ങനെ തെരഞ്ഞു നടക്കും അല്ലെ? എവിടുന്നെങ്കിലും ഇലക്ട്രോൺസിനെ ബാക്കി 6 ഇലക്ട്രോൺസിനെ എവിടുന്നെങ്കിലും കിട്ടുമെന്ന് തെരഞ്ഞു നടക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ മെഗ്നീഷ്യത്തിന് ഏറ്റവും സുഖം എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങളടുത്ത് 2 റുപ്യ ഉണ്ട്. ആ 2 റുപ്യക്ക് 6 റുപ്യ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? കിട്ടണം. അപ്പൊ 8 റുപ്യ ആയി. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും? ഈ 6 റുപ്യ നിങ്ങളടുത്ത് 2 റുപ്യയും പിന്നെ വേറൊരാൾക്ക് എന്ത് ചെയ്യണം? നിങ്ങളെ വേറൊരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ടിന് എന്ത് ചെയ്യണം? വെറും 2 റുപ്യ കിട്ടിയാൽ എന്ത് ചെയ്യും? ഓൻക്ക് വാങ്ങാനുള്ള സാധനത്തിനുള്ള പൈസ ആയി. നിങ്ങളൊരു ഫ്രണ്ടിനെ നിങ്ങൾ കണ്ടുമുട്ടി. ആ ഫ്രണ്ടിന് 6 രൂപ അവന്റെ അടുത്തുണ്ട്. നിങ്ങളുടെ അടുത്ത് 2 രൂപയുണ്ട്. അവനക്കൊരു 2 രൂപ കിട്ടിയാൽ അവനക്ക് വാങ്ങാനുള്ള സാധനമായി. നിങ്ങൾക്കൊരു 6 രൂപ കിട്ടിയാൽ നിങ്ങൾക്ക് വാങ്ങാനുള്ള സാധനത്തിനുള്ള ക്യാഷുമായി. അപ്പൊ ഇവിടെ ആരാണ് ശരിക്കും കൊടുക്കുക? കുറേ ഉള്ളവന് അതൊക്കെ പിടിച്ച് പറഞ്ഞാണ്ട് ഇങ്ങോട്ട് കൊടുക്കുവോ? ഇല്ലല്ലോ. അപ്പൊ എന്താ ചെയ്യാ? എനിക്ക് ഏതായാലും 6 റുപ്യ വേണ്ടേ? എനിക്ക് 2 റുപ്യ വന്നാൽ എനിക്ക് ആ സാധനം വാങ്ങാനായിട്ട് ആ 2 റുപ്യ എന്ത് ചെയ്യും? ഇങ്ങോട്ട് വാങ്ങും. അതായത് 2 ഇലക്ട്രോൺസിനെ അങ്ങോട്ട് കൊടുക്കല്ലേ ചെയ്യുക. അപ്പൊ മെഗ്നീഷ്യം ഇവിടെ എന്താ ചെയ്യുക? ഈ 2 ഇലക്ട്രോൺസിനെ കൊടുത്തിട്ട് പിന്നെ അതിന്റെ ആ വാഹിതമ ഷെല്ലിൽ എന്തുണ്ടാവും? 8 ഇലക്ട്രോൺസ് ഉണ്ടാവൂലേ? ആലോചിച്ച് നോക്കി. ഈ 2 എണ്ണത്തിനായിട്ട് പോയാൽ ഇവിടെ 8 ഉണ്ട്. 2 8 ആയി. അപ്പം സ്ഥിരത കൈവരിക്കും. അപ്പൊ അങ്ങനെയാണ് കൂടുതലുള്ളത് എന്ത് ചെയ്യും? കൂടുതലുള്ളവന് കൊടുക്കണേക്കാളും എന്താണ് ഈ ഒരു കേസിൽ നമ്മൾ ജെറിൻ സാറ് ഡയലോഗ് അറിയലുണ്ട്. കൂടുതലുള്ളവനാണ് എപ്പോഴും എന്ത് ചെയ്യേണ്ടത്? കുറവുള്ളവന് കൊടുക്കേണ്ടതെന്ന്. പക്ഷെ ഈ ഒരു കേസിൽ എന്താ? ഇവിടെ ബാഹിതമ ഷെല്ലിൽ 2 എണ്ണം ഉള്ളൂ. അപ്പൊ ആ 2 എണ്ണത്തിനായിട്ട് ഒഴിവാക്കിയാൽ ഇവരുടെ മറ്റു ഷെല്ലിൽ എന്തുണ്ടാവും? 8 എണ്ണമായി. അപ്പൊ സ്ഥിരതയായി വെച്ച്. ഇപ്പൊ നോക്കി 2 8 1 എന്നുള്ള ഈ ഒരു ഇതിലാണെങ്കിൽ എന്താ? ഈ ഒരു 1ലേക്ക് എത്ര ഇലക്ട്രോൺസ് വരണം? 7 ഇലക്ട്രോൺസ് വരണം. അപ്പൊ ഒത്തിരി പണിയാണ്. അപ്പൊ ഈ ഒരു ഇലക്ട്രോണിനായിട്ട് വിട്ടുകൊടുക്കുക. ആർക്കെങ്കിലും വിട്ടുകൊടുക്കുക. അങ്ങനെ പോസിറ്റീവ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇവർക്ക് വിട്ടുകൊടുത്താല് വിട്ടുകൊടുത്താൽ എന്താണ്? ആ 2 8 എന്നുള്ള മാത്രം ഒരു ഷെല്ല് ഉണ്ടാവും. രണ്ടിലും ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണും രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസും ആയി. അപ്പോൾ എന്താ? ആ ഒരു ഇലക്ട്രോൺ ഒഴിവാക്കിയാൽ ആ 8 ഇലക്ട്രോൺസ് ഉണ്ടല്ലോ. അതായത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാം. ഇപ്പൊ ഇതൊരു ആറ്റാണ്. ബാഹിതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് എന്നാ പറഞ്ഞേ. അപ്പൊ ഇവിടെ 3 ഷെല്ലുണ്ട്. നമ്മൾ സോഡിയം എടുക്കുകയാണെങ്കിൽ സോഡിയത്തിൽ ഇതിൽ 2 ഇലക്ട്രോൺ. ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ. രണ്ടാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണാ? 8 ഇലക്ട്രോണ്. ലാസ്റ്റത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോണോ. അപ്പൊ ഈ 1 ഇലക്ട്രോണിനെ എടുത്ത് ഒഴിവാക്കി. അപ്പൊ ഈ ഷെല്ല് പോയില്ലേ? അപ്പൊ പിന്നെ ലാസ്റ്റത്തെ ഷെല്ല് ഏതാ? ഈ രണ്ടാമത്തെ ഷെല്ലല്ലേ? അപ്പൊ അവിടെ 8 ഇലക്ട്രോൺസ്. അപ്പൊ സ്ഥിരത കൈവരിക്കൂലേ? അതാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഇപ്പൊ ക്ലോറിന്റെ കേസിൽ നോക്കി. ക്ലോറിന്റെ കേസിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട് ബാഹിതമ ഷെല്ലിൽ. ഇപ്പൊ ക്ലോറിൻ വിചാരിക്കുക ഈ 7 ഒരാൾക്കോട് കൊടുക്കുക. ഇങ്ങോട്ട് ഓനായിട്ട് സ്ഥിരത കൈവരിക്കട്ടെ. അങ്ങനെ വിചാരിക്കുവോ? ഇല്ല. ഈ ക്ലോറിന് 1 ഇലക്ട്രോൺ ഇങ്ങോട്ട് കിട്ടിയാൽ, അതായത് എക്ക് 1 ഇലക്ട്രോൺ കിട്ടിയ 8 ആവും. അപ്പൊ ക്ലോറിൻ എന്താ ചെയ്യുക? വേറെ എവിടുന്നെങ്കിലും 1 ഇലക്ട്രോൺ ഉള്ളത് കിട്ടുമോന്ന് നോക്കും അല്ലേ? അങ്ങനെ തെരഞ്ഞു നടക്കും. മനസ്സിലായോ? അപ്പൊ ക്ലോറിൻ എന്താ ചെയ്യുക? 1 ഇലക്ട്രോണിനെ സ്വീകരിക്കുക ചെയ്യുക. മനസ്സിലായോ? സോഡിയം എന്താ ചെയ്യുക? 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ്
ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെയാണ് ഇവർ സ്ഥിരത കൈവരിക്കുന്നത്. പലതും പല രീതിയിലാണ്. മനസ്സിലായല്ലോ? ഇതിലെ മൂലങ്ങൾ ആറ്റങ്ങൾക്ക് എന്താണ്? മൂലങ്ങളുടെ ആറ്റങ്ങൾക്ക് സ്ഥിരത ഉണ്ടോ? ഈ മുകളിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു പെട്ടിക്കോളത്തിലുള്ള ആറ്റങ്ങൾക്ക് സ്ഥിരത ഉണ്ടോ? സ്ഥിരത ഇല്ല. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലെ മൂലങ്ങളുടെ ആറ്റങ്ങൾക്ക് എന്തില്ല? സ്ഥിരതയില്ല. രാസബന്ധനത്തിലൂടെ ആറ്റങ്ങൾ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ക്രമീകരണം നേടി സ്ഥിരത കൈവരിക്കുന്നുണ്ട്. അപ്പൊ രാസബന്ധനത്തിലൂടെയാണ് ഒരു രാസപ്രവർത്തനത്തിൽ അല്ലെങ്കിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും കെമിക്കൽ ബോണ്ട് അവിടെ ഉണ്ടാക്കും. എന്ത് ബോണ്ട് ഉണ്ടാക്കുക? കെമിക്കൽ ബോണ്ടിങ് ഉണ്ടാക്കും. കെമിക്കൽ ബോണ്ട് ഉണ്ടാക്കുകയും ഇവരെന്ത് ചെയ്യും? സ്ഥിരത കൈവരുത്തും. അപ്പം ഒരു തന്മാത്രയിലെ അതിലെ ആറ്റങ്ങൾ പരസ്പരം ഇപ്പൊ H2O നമ്മള് ഹൈഡ്രജനും ഓക്സിജനും ഇവരുടെ എന്താ കേസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. നമ്മൾ ഹൈഡ്രജൻ ഒരു ഭാഗത്തുണ്ട്, അതേപോലെ തന്നെ നമ്മൾ ഓക്സിജൻ ഒരു ഭാഗത്തുണ്ട്. അപ്പൊ നോക്കി, ഈ ഹൈഡ്രജൻ എന്തുണ്ട്? ഹൈഡ്രജൻ ഇവിടെ ഇങ്ങനെ പാറി പറന്നിങ്ങനെ നടക്കുക. കാരണം എന്താ? ഹൈഡ്രജന് എത്ര ഇലക്ട്രോൺസാ ഉള്ളത് ബാഹ്യതമ ഷെല്ലിൽ? ഒരൊറ്റൊരു ഇലക്ട്രോൺ ഉള്ളൂ കേട്ടോ. ഞാൻ ഹൈഡ്രജനെ വരക്കുന്നുണ്ട്. ഹൈഡ്രജൻ ആകെ ഒരു ഷെല്ലുള്ളൂ. ആ ഷെല്ലിൽ ഒരൊറ്റൊരു ഇലക്ട്രോൺസ് ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് അറിയല്ലോ, ആകെ ഉള്ള കെ എന്ന ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് വേണം? ശരിക്കും 2 ഇലക്ട്രോൺസ് എങ്കിലും മാക്സിമം വേണം. അപ്പൊ ഹൈഡ്രജൻ എന്തില്ല? 2 ഇലക്ട്രോൺസ് ഇല്ല. അപ്പൊ ഹൈഡ്രജൻ എവിടുന്നെങ്കിലും ഒരു 2 ഇലക്ട്രോണിനെ കിട്ടുമോ ഇങ്ങനെ നോക്കി നോക്കി നടക്കും. അപ്പൊ അതാ അവിടെ ആരെ കാണുന്നുണ്ട്? വേറൊരു ഹൈഡ്രജനെ കാണുന്നുണ്ട്. അപ്പൊ അവരും എന്ത് ചെയ്യാണ്? എവിടുന്നെങ്കിലും 2 ഇലക്ട്രോൺസിനെ കിട്ടുമോന്ന് നോക്കി നടക്കും. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഇവര് തമ്മിലൊരു ബോണ്ട് ഉണ്ടാക്കും. അതാണ് എന്ത് വിളിക്കുന്നത്? നമ്മളെ കെമിക്കൽ ബോണ്ട് എന്ന് വിളിക്കും. ഇവര് തമ്മിൽ എന്ത് ചെയ്യും? എന്നാലേ നിന്റെ ആറ്റത്തിന്റെ ഒരു ഭാഗം ഇങ്ങോട്ടും കൊണ്ടാ, എൻ്റെ ഒരു ആറ്റത്തിന്റെ ഭാഗം ഇങ്ങോട്ടും തരാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇവിടെ എന്ത് ചെയ്യും? ഇവരൊരു ബോണ്ട് ഉണ്ടാക്കും. അത് നമ്മൾ എന്ത് വിളിക്കും? കോമൺ ആയിട്ട് കെമിക്കൽ ബോണ്ട് എന്ന് വിളിക്കും. അപ്പൊ എന്താ നോക്കി, ഒരാള് ഇലക്ട്രോണിന്റെ ബോണ്ട് ഒരാൾക്കും കൊടുക്കും, മറ്റേന്റെ ഇങ്ങോട്ടും കൊടുക്കും. അപ്പൊ 2 ഇലക്ട്രോൺസ് ആയില്ലേ? മനസ്സിലായോ? രണ്ടും എന്ത് ചെയ്യും? കൈ കോർത്ത് നിൽക്കും. നമുക്ക് ഇനി പിരിയണ്ട, നമ്മൾ രണ്ടാളും ഇങ്ങനെ നിന്നാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവര് കോർത്തിരിക്കും. കാരണം എന്താ? എവിടുന്ന് ഇലക്ട്രോൺസിനെ കിട്ടുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവരൊരു ബോണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യും. ഒരു രാസബന്ധനം അവിടെ ഉണ്ടാവും. അപ്പൊ ഇവിടെ എന്തായി? H2, ഒരു H ഉണ്ട്, 2 H ഉണ്ട്. അപ്പൊ നമ്മൾ എന്തിനെ വിളിക്കും? ഇവരെന്ത് വിളിക്കും? H2 എന്ന് വിളിച്ചൂടെ? H2 എന്ന് വിളിച്ചു. അപ്പൊ നോക്കി, ഈ H2ൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺസ് ഉണ്ട് കേട്ടോ. 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോഴാണ് നമ്മൾ ഓക്സിജന്റെ ബാഹ്യതമ ഷെല്ലിൽ നിങ്ങൾക്ക് അറിയാലോ എത്ര ഇലക്ട്രോൺസാ ഓക്സിജന്റെ ബാഹ്യതമ ഷെല്ലിലുള്ള? ലാസ്റ്റ് ഓക്സിജന് ഒരുപാട് 2 ഷെല്ലുണ്ട്. അതിൽ രണ്ടാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസാ ഉള്ളത്? 6 ഇലക്ട്രോൺസാ. 1 2 3 4 5 6 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. മനസ്സിലായല്ലോ? അപ്പൊ ഈ 6 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഓക്സിജന് എത്ര ഇലക്ട്രോൺസിനെ വേണം? 2 ഇലക്ട്രോൺസിനും കൂടി കിട്ടിയാൽ എന്താണ്? 2 ഇലക്ട്രോൺസിനെയും കൂടി കിട്ടിയാൽ ഈ ഓക്സിജൻ എന്ത് ചെയ്യും? 8 ഇലക്ട്രോൺസ് ആവില്ലേ? ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആവും? 8 ഇലക്ട്രോൺസ് ആവും. അതിന് സ്ഥിരത കൈവരിക്കും. അപ്പൊ ഈ ഓക്സിജൻ ഇങ്ങനെ നടക്കുമ്പോണ്ട് ഒരു ഹൈഡ്രജൻ ഒരു ഭാഗത്തുണ്ട്, വേറൊരു ഹൈഡ്രജന് വേറൊരു ഭാഗത്തുണ്ട്. അപ്പൊ ഈ രണ്ടാൾക്കും എന്ത് ചെയ്യണം? ഓരോ ഇലക്ട്രോൺസിനെ വേണം അല്ലെ? ഹൈഡ്രജന് വേറെ വേറെ 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഓക്സിജൻ എന്ത് ചെയ്യണം? 2 വേണേണു. അപ്പൊ ഓക്സിജൻ പറയും, എന്നാ ഈ ഒരു ഹൈഡ്രജനോട് പറയും, എന്നാ ഇങ്ങോട്ട് പോര്, ഇന്ത്യന്ന് ഒരു ഇലക്ട്രോൺസിനെ പങ്കുചേരാം. അപ്പൊ ഇവര് തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവും. പിന്നെ അതേപോലെ വേറൊരു ഹൈഡ്രജൻ, അപ്പൊ ഓക്സിജൻ എത്ര ഇലക്ട്രോൺ ആയി? 7 ആയില്ലേ? ഇനി ഒന്നിനും കൂടി കിട്ടണം. അപ്പൊ വേറൊരു ഹൈഡ്രജൻ ആയിട്ട് ഒരു ബോണ്ട് ഉണ്ടാക്കും. അപ്പൊ അവിടെ എന്തായി? അപ്പൊ 8 ഇലക്ട്രോൺസ് ആയി ടോട്ടല്. അപ്പൊ രണ്ടാളും പ്രശ്നം തീർന്നല്ലോ. അങ്ങനെയാണ് ഒരു Hഉം ഒരു Hഉം H2. മനസ്സിലായോ? പിന്നെ ഒരു Oയും ഓക്സിജൻ ഇവര് തമ്മിൽ ഒരു രാസബന്ധനം ഉണ്ടാവുന്നത്. സെറ്റ് ആണോ? ക്ലിയർ ആണോ? ഓക്കെ, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ഇനി ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. അപ്പൊ ആ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. അപ്പൊ നോക്കി, എന്താണ് അയോണിക് ബോണ്ട്? നമ്മൾ ഈ കെമിക്കൽ ബോണ്ട് ഒരുപാട് സൈസ് ഉണ്ട്. അപ്പൊ അടുത്തത് ഈ ഒരു രാസബന്ധനത്തിലുള്ള വേറൊരു ബോണ്ടിങ്ങിനെ വിളിക്കുന്ന പേരാണ് അയോണിക ബന്ധനം അല്ലെങ്കിൽ അയോണിക് ബോണ്ടിങ്. എന്ത് വിളിക്കും?
അയോണിക് ബോണ്ടിങ് എന്ന് വിളിക്കും. NaCl സോഡിയം ക്ലോറൈഡ്, സോഡിയവും അതേപോലെ ക്ലോറിനും. അപ്പോൾ ഈ സോഡിയവും ക്ലോറിനും എന്നീ ആറ്റങ്ങൾ, സോഡിയം ക്ലോറിന്, അപ്പോൾ Na പറഞ്ഞ സോഡിയം, Cl എന്നാണ് ക്ലോറിന്. അപ്പോൾ എന്നീ ആറ്റങ്ങൾ ചേർന്നാണ് എന്തുണ്ടാവുന്നത്? സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നത് എന്നാണ് നെക്സ്റ്റ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്പെരിമെന്റിൽ പറയുന്നത്. എങ്ങനെയാണ് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നത്? സോഡിയത്തിന്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 1 അതായത് നമ്മൾ സോഡിയത്തിനെ വരച്ച് നോക്കുമ്പോൾ സോഡിയത്തിന് എത്രയാണ് ഇലക്ട്രോൺ വിന്യാസം? സോഡിയത്തിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? അതായത് എത്ര സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 11. എത്രയാണ്? 11. അപ്പോൾ നോക്കൂ കേട്ടോ, സോഡിയത്തിന്റെ 11. അപ്പോൾ 11 ഇലക്ട്രോൺസിനെ വിന്യസിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? 2, 8, 1. കാരണം ഒന്നാമത്തെ ഷെല്ലിൽ നമ്മൾ 2 കൊടുത്ത്, അപ്പോൾ 11ന് 2 പോയി. ഇനി എത്രയാണോ? 9 ഉള്ളത്. പിന്നെ രണ്ടാമത്തെ ഷെല്ലിൽ നമ്മൾ 8 കൊടുത്ത് ലാസ്റ്റത്തെ ഷെല്ലിൽ 1 കൊടുത്തു. അപ്പോൾ നോക്കി, ലാസ്റ്റത്തെ ഷെല്ലിൽ സോഡിയത്തിന്റെ എത്ര ഇലക്ട്രോൺസാണ് വന്നത്? ഒരൊറ്റ ഇലക്ട്രോണാണ് വന്നത് അല്ലേ? അപ്പോൾ ഈ സോഡിയം ബാക്കി എണ്ണത്തിന് തെരഞ്ഞു പോവോ? എന്താ ചെയ്യുക? എണ്ണത്തിന് തെരഞ്ഞു പോവും. പക്ഷെ എന്ത് ചെയ്യും? ഈ 1നെ അങ്ങോട്ട് വിട്ടുകൊടുക്കും അല്ലേ? എന്താ ചെയ്യുക? 1നെ അങ്ങോട്ട് വിട്ടുകൊടുക്കും. എന്നാലെന്താ ചെയ്യും? ഇവർക്ക് സ്ഥിരത കൈവരിച്ചൂടെ? കാരണം എന്താ? 2, 8, 1 എന്നാ വരുന്നത്. അപ്പോൾ ഈ 1 വിട്ടുകൊടുത്താൽ 2ഉം 8ഉം ആയി. അപ്പോൾ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആയി അല്ലേ? 2, 8, 1 എന്നാ. 1 പോയാൽ പിന്നെ 2ഉം 8ഉം ആയില്ലേ? അപ്പോൾ പുറമെയുള്ള ഷെല്ലിൽ എത്ര എണ്ണമായി? 8 എണ്ണമായി. അപ്പോൾ എന്താണ്? ഇവർ സ്ഥിരത കൈവരിക്കും. പക്ഷെ അപ്പം ഇങ്ങനെ നോക്കുമ്പോഴാണ് ആരെങ്കിലും ഒരാളെ കിട്ടണമല്ലോ, ഇത് വാങ്ങാൻ ആരെങ്കിലും വേണ്ടേ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ ക്ലോറിൻ ഇങ്ങനെ നടക്കണേ. ക്ലോറിൻ 1 ഇലക്ട്രോണിനെ കിട്ടിയത്, ഒരൊറ്റ ഒന്ന് മതി. അപ്പോൾ നമ്മളെ സോഡിയത്തിന് ഒരു കനിവ് തോന്നും. സോഡിയം എന്ന് പറയും, ഞാൻ എൻ്റെ ഒരു ഇലക്ട്രോണിനെ ഞാൻ അങ്ങോട്ട് തരാമെന്ന് പറയും. അപ്പോൾ ഈ ക്ലോറിനിൽ എത്ര ഇലക്ട്രോണാണ്? ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 17. അപ്പോൾ നമ്മൾ അതിനിങ്ങനെ കൊടുക്കുമ്പം, ഇലക്ട്രോൺസിന് ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഒന്നാമത്തെ ഷെല്ലിൽ 2, രണ്ടാമത്തെ ഷെല്ലിൽ 8, മൂന്നാമത്തെ ഷെല്ലിൽ അങ്ങനെ ഈ ക്ലോറിന് 1 ഇലക്ട്രോൺ വേണം. കാരണം എന്താ? ബാഹ്യതമ ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ 1നും കൂടി കിട്ടിയാൽ സ്ഥിരത കൈവരിച്ചു. അപ്പോൾ 1നെ നോക്കി ഇങ്ങനെ നടക്കുമ്പം നമ്മളെ സോഡിയം എന്ത് വരും? ഈ 1 ഇലക്ട്രോണിനെ ഇങ്ങോട്ട് കൊടുക്കും. എന്താ കൊടുക്കുക? ഇങ്ങോട്ട് കൊടുക്കും. അപ്പോൾ കൊടുക്കുന്ന ആൾക്കാർക്ക് എന്ത് കിട്ടും? എന്ത് ചാർജാണ് കിട്ടുക? നമ്മളെ സോഡിയം അല്ലേ ഇലക്ട്രോണിനെ അങ്ങോട്ട് കൊടുത്തേ, ഈ എടുത്തോ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് 1 ഇലക്ട്രോണിനെ അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സോഡിയത്തിന് എന്ത് ചാർജ് കിട്ടും? പോസിറ്റീവ് ചാർജ് കിട്ടും. ആരാ വാങ്ങിയത്? ക്ലോറിൻ അല്ലേ വാങ്ങിയത്. അപ്പോൾ ക്ലോറിൻ എന്ത് ചാർജ് കിട്ടും? നെഗറ്റീവ് ചാർജും കിട്ടും. മനസ്സിലായോ? അപ്പോൾ നോക്കി, ആ പോയ ചിത്രമാണ് ഇവിടെ കാണിക്കുന്നത്. സോഡിയത്തിന്റെ 1 ഇലക്ട്രോൺ ഇങ്ങോട്ട് പോയി. അപ്പോൾ സോഡിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എന്തായി? 2, 8 ആയി. ക്ലോറിനിലേക്ക് എന്ത് പോയി? 1 ഇലക്ട്രോണാ പോയപ്പം ആ ഉള്ളിടത്ത് 8 ആയി. 2, 8, 8 ആയി. മനസ്സിലായല്ലോ? അപ്പോൾ പോസിറ്റീവും ആയി, നെഗറ്റീവും ആയി. അപ്പോൾ ഇവർ തമ്മിൽ ഒരു ബന്ധം അവിടെ ഉണ്ടാവാണ്. വിട്ട് കൊടുത്തിട്ട് ഇവരെന്ത് ചെയ്തു? ഒരു ബന്ധത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനെന്ത് വിളിച്ചു? ഒരു സംയുക്തമായിട്ട് രൂപപ്പെട്ടു. കൊടുത്തിട്ട് പോകാൻ പറ്റുമോ? ഇല്ല. ഇവർ കൊടുത്തിട്ട് എന്താണ്? ഇവരവിടെ ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആയതുകൊണ്ട് എന്താണ്? പോസിറ്റീവ് നെഗറ്റീവും ആകർഷണ ബലം ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് തമ്മിൽ ഉണ്ടാവുന്ന ഇവിടെ എന്താണ്? അയോൺസ് ഉണ്ടായി അല്ലേ? ഇവിടെ ഒരു പോസിറ്റീവ് അയോൺ ഉണ്ടായി, ഒരു നെഗറ്റീവ് അയോൺ ഉണ്ടായില്ലേ? കാരണം സോഡിയം വിട്ടെടുത്തപ്പോൾ അവിടെ ഒരു പോസിറ്റീവ്, പിന്നെ ക്ലോറിനെ സ്വീകരിച്ചപ്പോൾ അവിടെ നെഗറ്റീവ്. അപ്പോൾ ഇവിടെ ഒരു അയോൺസ് ഉണ്ടായില്ലേ? അയോൺസ് പറഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് അയോൺസ് ഉണ്ടായി. അപ്പോൾ ഇവർ തമ്മിലൊരു ബന്ധം ഉണ്ടായി. അപ്പം എന്താണ്? ആ ഒരു സംയുക്തത്തിന് സോഡിയം ക്ലോറിനും തമ്മിൽ കൂടിയിട്ടാണ് എന്ത് സംയുക്തം ഉണ്ടായി? സോഡിയം ക്ലോറൈഡ് എന്ന സംയുക്തം ഉണ്ടായി. NaCl സോഡിയത്തിന് എന്ത് ചാർജാ? പോസിറ്റീവ് ചാർജ്. Clന് എന്ത് ചാർജ്? നെഗറ്റീവ് ചാർജ്. അപ്പോൾ എന്ത് സംയുക്തം ഉണ്ടായി? സോഡിയം ക്ലോറൈഡ് എന്ന സംയുക്തം ഉണ്ടായി. അപ്പോൾ ഇവർക്കിടയിൽ എന്ത് ബോണ്ടാ ഉള്ളത്? അയോണിക് ബോണ്ടാണ്, അയോണിക ബന്ധനമാണ്, അയോണിക് ബോണ്ടിങ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഓർത്തിരിക്കണേ, അയോണിക ബന്ധനമാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഓർത്തിരിക്കുക. സെറ്റാണല്ലോ. അപ്പോൾ സോഡിയം ആറ്റവും ക്ലോറിൻ ആറ്റവും ഇലക്ട്രോൺ കൈമാറ്റം ചെയ്യുന്ന വിധം ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഉപയോഗിച്ച് ചിത്രീകരിക്കുന്നു. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ വരച്ചെന്നില്ലേ, സോഡിയത്തിന്റെ അറ്റോമിക് ഇങ്ങനെ ഡോട്ട് ഡയഗ്രാം പറഞ്ഞാൽ ആ ഒരു ശാസ്ത്രജ്ഞനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് മുകളിൽ. അതും കൂടി നമുക്ക് വായിക്കാം. ഓക്കെ.
ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ആരാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്? ഗിൽബർട്ട് എൻ ലൂയിസ് എന്ന ശാസ്ത്രജ്ഞനാണ്. ഗിൽബർട്ട് എൻ ലൂയിസ്. മുപ്പരാക്കനൊന്ന് കണ്ടു വെക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. ഗിൽബർട്ട് എൻ ലൂയിസ്. ആരാണ് ഗിൽബർട്ട് എൻ ലൂയിസ്? നമ്മളെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രത്തിന്റെ ആളാണ് കേട്ടോ. മൂലകത്തിന്റെ പ്രതീകത്തിന് ചുറ്റും ഒരു മൂലകം, അതായത് ഇപ്പൊ നമ്മളിവിടെ സോഡിയം എല്ലാം എടുത്ത് ആ സോഡിയത്തിന് ചുറ്റും എന്നെ എഴുതാം. അതായത് സോഡിയത്തിന്റെ പ്രതീകം എന്ത് ചെയ്യുക? എന്നെ എഴുതാം. മൂലകത്തിന്റെ പ്രതീകം പറയുമ്പോൾ ഏതെങ്കിലും ഒരു മൂലകം എടുക്കുക, അതിന്റെ പ്രതീകം. ഇപ്പൊ സോഡിയം ആകുമ്പോൾ സോഡിയത്തിന്റെ പ്രതീകം എന്നെ എന്നാണ്. കാർബൺ ആകുമ്പോൾ കാർബണിന്റെ പ്രതീകം സി എന്നാണ്. ക്ലോറിൻ ആകുമ്പോൾ ക്ലോറിന്റെ പ്രതീകം Cl എന്നാണ്. അങ്ങനെ ആ ഒരു പ്രതീകം എഴുതിയിട്ട് ആ പ്രതീകത്തിന് ചുറ്റും എന്ത് ചെയ്യുക? ഇലക്ട്രോണുകളെ കുത്തുകൾ അല്ലെങ്കിൽ ഡോട്ട് ഉപയോഗിച്ച് ചിത്രീകരിക്കുക. ഇപ്പം നമ്മൾ സോഡിയത്തിന്റെ ബാഹിതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഒരൊറ്റ ഇലക്ട്രോൺ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക? എന്നെ എഴുതിയിട്ട് ആ എന്നെ മുകളിൽ ഒരൊറ്റൊരു ഡോട്ട് ഇടുക. മനസ്സിലായോ? അതാണ് ഒരു കുത്തിട്ട് കണ്ട് എന്ത് ചെയ്യുക? ഇലക്ട്രോൺസിനെ നമ്മൾ രൂപീകരിക്കുക. അതിനെ വിളിക്കുന്നതാണ് ഡോട്ട് ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഞാനിവിടെ എന്നെ എഴുതാണ്. ഈ എന്നെ ബാഹിതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഒരൊറ്റൊരു ഇലക്ട്രോൺ ഉള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ ഇതിന് മുകളിൽ ഇങ്ങനെ ഒരു ഡോട്ട് ഇടും, ഒരു കുത്തിടും. എന്നെ മുകളിൽ ഒരു കുത്തിടും. അപ്പോൾ ഒരു ഇലക്ട്രോൺ ആണ് ഉണ്ടെന്ന് മനസ്സിലായോ? പിന്നെ അപ്പൊ ഇങ്ങനെ ഈ ഒരു രീതി, ഇങ്ങനെ ചിത്രീകരിക്കുന്ന രീതി ആദ്യമായി അവലംബിച്ചത് ആരാ? ഗിൽബർട്ട് എൻ ലൂയിസ് എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ്. ഓർത്തിരിക്കുക, ഗിൽബർട്ട് ലൂയിസ് എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ്. കുത്തുകൾക്ക് പുറമെ ഗുണന ചിഹ്നങ്ങളും ഉപയോഗിക്കാറുണ്ട്. എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ഒരു എന്നെ എഴുതിയിട്ട് അതിന്റെ മുകളിൽ എന്ത് ചെയ്യാം? നമുക്ക് കുത്തന്നെ ഇടണമെന്നില്ല. എന്നെ ഇട്ടിട്ട് എന്ത് ചെയ്യുക? അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു തെറ്റ് പോലെ ഗുണന ചിഹ്നം ഇടുക. അപ്പൊ ഒരു തെറ്റിന് നമ്മളെന്ത് പറയും? അത് ഒരൊറ്റ ഇലക്ട്രോണാ. രണ്ട് തെറ്റുണ്ടെങ്കിൽ നമ്മളെന്ത് പറയും? രണ്ട് ഇലക്ട്രോൺസ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പൊ ചിഹ്നങ്ങളും ഉപയോഗിക്കാറുണ്ട്. മൂലകത്തിന്റെ പ്രതീകത്തിന് ചുറ്റും ബാഹിതമ ഷെല്ലിലെ ഇലക്ട്രോണുകളെ മാത്രമാണ് എന്ത് ചെയ്യുക? രേഖപ്പെടുത്തുക. ഒന്നായിട്ട് ആ ഒരു ഷെല്ലിലുള്ള എല്ലാ ഇലക്ട്രോൺസിനും പോയിക്കാണ്ട് കുത്തിടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള സുഖത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. രാസപ്രവർത്തനത്തിന്റെ രീതിയും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താ ചെയ്യാ? ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺസിനെ മാത്രം എന്ത് ചെയ്യുള്ളൂ? ഈ ഡോട്ട്സിലൂടെ നമ്മൾ ഡിനോട്ട് ചെയ്യുള്ളൂ. മനസ്സിലാക്കുക, ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഡോട്ട്സിലൂടെ എന്ത് ചെയ്യുന്നത്? ഡിനോട്ട് ചെയ്യുന്നത്. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ആ ശാസ്ത്രജ്ഞന്റെ പേരെന്താ? ഗിൽബർട്ട്. ഈ ഗില്ല് എന്ന് പറയുമ്പോൾ നമ്മൾ ഗിൽറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഗിൽറ്റ് പൊടി, ഈ തിളക്കപ്പൊടി, അതൊക്കെ എന്താ ഓരോ കുത്തു പോലല്ലേ? അങ്ങനെ ഓർത്ത് വെച്ചൂടെ? ഗിൽബർട്ട് എൻ ലൂയിസ്. ഗിൽറ്റ് പൊടി കണ്ടിട്ടില്ലേ നിങ്ങൾ? ഗിൽസ് ഒക്കെ കണ്ടിട്ടില്ലേ? നല്ല കുത്തു പോലെ ഇങ്ങനെ തിളങ്ങി നിൽക്കും അല്ലെ? പുറത്തോട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കും. അപ്പൊ ബാഹ്യമായിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കും. അപ്പൊ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺസിനെ ഡോട്ട്സ് രീതിയിൽ അവലംബിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞന്റെ പേരാണ് എന്ത്? ഗിൽബർട്ട് എൻ ലൂയിസ്. പഠിച്ചിരിക്കണേ, ഗിൽബർട്ട് എൻ ലൂയിസ്. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പം അത് നമ്മളെ ആ ഒരു എക്സ്പെരിമെന്റിലൂടെ കാണിക്കുന്നുണ്ട്. നമ്മളെ NaCl കണ്ടോ? Na എന്നുള്ളതിന് Nന്റെ പുറത്ത് എത്ര ഇലക്ട്രോണ്? ഒരൊറ്റൊരു ഇലക്ട്രോണ്. Clന്റെ പുറത്ത് എത്ര ഇലക്ട്രോണ്? A ഇലക്ട്രോണ്. അപ്പൊ രണ്ടും കൂടി ചേർന്നപ്പോ ഇത്ര ആയി. കണ്ടോ? Naന്ന് ആ ഒരു ഇലക്ട്രോൺ പോയി, അതുകൊണ്ട് പോസിറ്റീവ് എന്നും. അപ്പൊ അവിടെ കുത്തിടേണ്ട ആവശ്യമില്ല, അവിടെ പോസിറ്റീവ് ഇട്ട് കൊടുത്താൽ മതി. Clക്ക് ഒരു ഇലക്ട്രോൺ പോയി, അപ്പൊ 8 ഇലക്ട്രോൺ ആ Clന്റെ പുറത്ത് ഇങ്ങനെ എഴുതി. കണ്ടോ? ഇതാണ് NaClന്റെ ആ ഒരു രാസപ്രവർത്തനം. സോഡിയം ക്ലോറൈഡ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് രാസപ്രവർത്തനത്തിന് മുമ്പും ശേഷമുള്ള ഇലക്ട്രോൺ ക്രമീകരണം ഇതാ. കണ്ടോ? അതൊരു ബോക്സ് ആക്കി കൊടുത്തതാണ്. അപ്പം ഇത് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ബോക്സ് ആണ്. അത് നമ്മൾ പൂർത്തീകരിക്കാൻ പറഞ്ഞതാണ്. ടെക്സ്റ്റിൽ എന്ത് ചെയ്തിട്ടില്ല? പൂർത്തീകരിച്ചിട്ടില്ല. ഇവിടെ ഞാൻ അതൊന്ന് ഫിൽ ചെയ്തിട്ട് കാണിച്ചു തന്നതാണ്. അപ്പൊ ആദ്യത്തെ ഇലക്ട്രോൺ വിന്യാസം സോഡിയത്തില് രാസപ്രവർത്തനത്തിന് മുമ്പ് എന്തായിരുന്നു? 2, 8, 1. കാരണം എന്താ? സോഡിയത്തിന്റെ ഇലക്ട്രോണുകളുടെ എണ്ണം അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ 11 ആയിരുന്നു. അപ്പൊ ഒന്നാമത്തെ ഷെല്ലിൽ 2 കൊടുത്തു, രണ്ടാമത്തെ ഷെല്ലിൽ 8 കൊടുത്തു, മൂന്നാമത്തെ ഷെല്ലിൽ 1 കൊടുത്തു. പിന്നെ രാസപ്രവർത്തനത്തിന് ശേഷം ഈ ഒരു സോഡിയത്തില് എന്താ ചെയ്തിട്ടുള്ളത്? ആ ഒരു ഇലക്ട്രോൺ ആയിട്ട് പോയി. ആരേക്ക് പോയി? ക്ലോറിനേക്ക് പോയി. അപ്പൊ രാസപ്രവർത്തനത്തിന് ശേഷമുള്ള ഇലക്ട്രോൺ വിന്യാസം എന്താ? 2, 8.
അതല്ലേ ഇവിടെ രണ്ടാമത്തെ ഈ ഒരു കോളത്തിൽ കാണുന്നത് 2, 8 മനസ്സിലായോ? അപ്പൊ രാസപ്രവർത്തനത്തിന് ശേഷമുള്ള സോഡിയത്തിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം എത്ര? 10. കാരണം 11 ഇനി അതിന് 1 ഒരാൾക്ക് കൊടുത്ത് അപ്പൊ എന്ത് കിട്ടി? 10 ഇലക്ട്രോൺസ്. അപ്പൊ ഇലക്ട്രോൺ ആണ് അവിടെ കൈമാറ്റം ചെയ്തത്, പ്രോട്ടോൺ അല്ല. അപ്പൊ പ്രോട്ടോണിന്റെ എണ്ണം മാറോ? ഇല്ല. കണ്ടോ? മനസ്സിലായോ? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോ ഇലക്ട്രോൺസ് ആണ് കൈമാറപ്പെടുന്നത്. അപ്പം പ്രോട്ടോണിന്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവോ? ഉണ്ടാവില്ല. അപ്പൊ രാസപ്രവർത്തനത്തിന് മുമ്പും ശേഷം പ്രോട്ടോണിന്റെ എണ്ണം മാറുന്നുണ്ടോ? ഇല്ല. തുല്യ അളവായിരിക്കും. 11, 11. ഓക്കെ, സെറ്റ് ആണല്ലോ. പിന്നെ ചാർജ് മാറുന്നുണ്ടോ? മാറുന്നുണ്ട്. രാസപ്രവർത്തനത്തിന് മുമ്പ് ഒരു ചാർജും ഇല്ല. പക്ഷെ രാസപ്രവർത്തനത്തിന് ശേഷം എന്താ? അങ്ങോട്ട് കൊടുത്തിക്കുക, ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുത്തിക്കുക. കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താ? ഒരു പോസിറ്റീവ് ചാർജ് കിട്ടുക. നമ്മൾ എന്ത് സാധനം കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് ചാർജ് അല്ലേ? അപ്പൊ എന്ത് വിളിക്കാൻ പറ്റും? പോസിറ്റീവ്ലി ചാർജ്ഡ്. അപ്പൊ പോസിറ്റീവ് ചാർജ് രാസപ്രവർത്തനത്തിന് ശേഷം കിട്ടി. അപ്പൊ നമ്മളെ സോഡിയം കഴിഞ്ഞു. ഇനി ക്ലോറിനിലേക്ക് വരുമ്പോൾ അങ്ങനെ രാസപ്രവർത്തനത്തിന് മുമ്പ് 2, 8, 7. പിന്നെ രാസപ്രവർത്തനത്തിന് ശേഷം 2, 8, 8. കാരണം ഒരു ഇലക്ട്രോണിനെ കിട്ടിയല്ലോ. അപ്പൊ 2, 8, 8. ഇലക്ട്രോൺസ് എന്തായി? 17 ആയിരുന്നു ആദ്യം. പിന്നെ എന്ത് ചെയ്യും? രാസപ്രവർത്തനത്തിന് ശേഷം 18 ആയി. പ്രോട്ടോണിന് ചേഞ്ച് ആവോ? ഇല്ല. പ്രോട്ടോൺ എന്ത് ചെയ്യൂല? ചേഞ്ച് ആവൂല. അപ്പൊ 17, 17. ചാർജ് കിട്ടിയോ? കിട്ടി. കാരണം ഒരാളടുത്ത് നിന്ന് വാങ്ങല്ലേ, അപ്പൊ ഒരു നെഗറ്റീവ് ആണ്. അപ്പൊ ചാർജ് ആദ്യം രാസപ്രവർത്തനത്തിന് മുമ്പ് ചാർജ് ഇല്ലായിരുന്നു, ശേഷം എന്ത് ചെയ്തു? നെഗറ്റീവ് ചാർജ് കിട്ടി. മനസ്സിലായല്ലോ? സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും ഭാഗം എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഈ ഒരു സോഡിയം ക്ലോറൈഡിന്റെ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എന്ത് ചെയ്യാം? സമവാക്യത്തിലൂടെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഇലക്ട്രോൺ വിട്ടുകൊടുത്ത ആറ്റമാണ് ഇത് സോഡിയം. നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ പറഞ്ഞു സോഡിയം ആണ് ഇലക്ട്രോൺ വിട്ടുകൊടുത്തത്. ഒരു ഇലക്ട്രോൺ ആണ് സോഡിയം വിട്ടുകൊടുത്തത്. എത്ര ഇലക്ട്രോണാ? ഒരു ഇലക്ട്രോൺ ആണ് സോഡിയം വിട്ടുകൊടുത്തത്. ഇലക്ട്രോൺ സ്വീകരിച്ച ആറ്റമാണ് ക്ലോറിന്. ഒരു ഇലക്ട്രോൺ ആണ് ക്ലോറിൻ സ്വീകരിച്ചത്. അത് നിങ്ങൾക്കറിയാം. ആറ്റങ്ങൾ ചാർജ് ലഭിച്ചു കഴിഞ്ഞാൽ അവ അയോണുകൾ എന്ന പേരിൽ അറിയപ്പെടും. ഞാൻ പറഞ്ഞല്ലോ, ആറ്റങ്ങൾക്ക് എന്താണ് ചാർജുകൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? അവരെ അയോണുകൾ എന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ സോഡിയം ക്ലോറൈഡ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോൺ കൈമാറ്റ സമവാക്യമാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ നോക്കൂ, ഞാൻ എഴുതി തരാം എങ്ങനെയാണ് എന്നുള്ളത്. നമ്മളെ സോഡിയം എന്താ ചെയ്തിട്ടുള്ളത് ഒന്ന് പറ. സോഡിയം എന്ത് ചെയ്തു? ആ ചെയ്തു എന്നുള്ളതിനാണ് ഈ ഒരു ആരോ മാർക്ക്. എന്താ ചെയ്തേ? സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു അല്ലേ? വിട്ടുകൊടുത്ത് നമ്മൾ പോസിറ്റീവ് എന്ന് എഴുതും. അപ്പൊ അതിന്റെ മണ്ടയിൽ പോസിറ്റീവ് എന്ന് എഴുതുക. എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത്? ഒരു ഇലക്ട്രോണിനാണ് വിട്ടുകൊടുത്തത്. അപ്പോൾ ഒരു ഇലക്ട്രോൺ നമ്മൾ എഴുതും. അതാണ് ഇവിടെ ഒരു ഇക്വേഷനിൽ കാണുന്നത്. എന്നെ എന്ത് ചെയ്തു? ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് പോസിറ്റീവായി. അപ്പൊ ഈ വിട്ടുകൊടുത്ത ഇലക്ട്രോൺ എന്ത് ചെയ്തു? നമ്മളെ ക്ലോറിൻ അവിടെ ഉണ്ട്. ക്ലോറിൻ എന്ത് ചെയ്തു? സ്വീകരിച്ചു. പ്ലസ് ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചു. എന്ത് ചെയ്തു? ഒരു ഇലക്ട്രോണിനെ ക്ലോറിന് സ്വീകരിച്ചു. സ്വീകരിച്ചു എന്ന് കാണിക്കാനാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ഇവിടെ എന്തായി? നെഗറ്റീവായി, Cl മൈനസ് ആയി. മനസ്സിലായോ? അതാണ് ഇവിടെ ഒരു ഇക്വേഷന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഈ ആരോ മാർക്കിന്റെ മുമ്പാണല്ലോ ശേഷമാണല്ലോ ഇവിടെ പ്ലസ് വന്നത് ഇങ്ങനെ എഴുതിയത്, ഇത് ആരോ മാർക്കിന്റെ ഫസ്റ്റ് ആണല്ലോ എഴുതിയത്, ഇതെങ്ങനെ മനസ്സിലാക്കാതെ? അപ്പൊ ഇങ്ങനെ ആലോചിച്ചാൽ മതി. സോഡിയത്തിൽ നിന്ന് അങ്ങോട്ട് പോവല്ലേ, അപ്പൊ പിന്നെ ഒരു ആരോ മാർക്ക് ഇങ്ങോട്ടാണ് Na+ഉം 1 ഇലക്ട്രോൺ മൈനസും. പക്ഷെ നമ്മളെ ക്ലോറിൻ ആകുമ്പോൾ എന്താണ്? ഇങ്ങോട്ട് സ്വീകരിക്കുക. അപ്പൊ ഇവിടെ എന്താ? Cl പ്ലസ് 1 ഇലക്ട്രോൺ സ്വീകരിക്കുമ്പോൾ ഒരു 1 ഇലക്ട്രോൺ സ്വീകരിച്ചിട്ട് Cl മൈനസ് ആയി. അപ്പൊ അതങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിവിടെ എഴുതി കാണിച്ചതാണ്. ആ ഒരു ഇതിനെ ജസ്റ്റ് ഞാൻ വായിച്ചു തരാം. ഈ ഒരു പിന്നെ സമവാക്യം ഇവിടെ എഴുതിയതാണ്. സോഡിയം ക്ലോറൈഡ് രൂപീകരണത്തിൽ സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് സോഡിയം അയോണായി മാറുന്നു. അപ്പൊ സോഡിയം അയോൺ ആയില്ലേ? അപ്പൊ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ അയോൺ ആയിട്ട് മാറും എന്ന് പറഞ്ഞു. അപ്പൊ അയോൺ നമ്മൾ എന്ത് വിളിക്കും? എന്ത് അയോൺ ആയിട്ടുള്ളത്? പോസിറ്റീവ് അയോൺ ആണ് ആയിട്ടുള്ളത്. അപ്പൊ Na+ അയോൺ എന്ന് വിളിക്കും. അപ്പൊ ഈ പോസിറ്റീവ് അയോണുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കാറ്റയോൺസ്. എന്താ വിളിക്കുക? കാറ്റയോൺസ് എന്ന് വിളിക്കും. എഴുതി വെക്കണേ. കാറ്റയോൺസ് എന്നാണ് പോസിറ്റീവ് അയോണുകൾ നമ്മൾ വിളിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് വിളിക്കും? കാറ്റയോൺസ്. അയോണുകൾ പോസിറ്റീവ് അയോൺസ് അല്ലെങ്കിൽ കാറ്റയോൺസ് എന്ന് വിളിക്കും. അപ്പം ഇങ്ങനെ ആലോചിക്കുക, നമ്മൾ നല്ല പോസിറ്റീവ് ആയിട്ടിരിക്കുമ്പോൾ ഒരു നല്ല കാറ്റൊക്കെ വീശുകയാണെങ്കിൽ നമ്മുടെ അടുത്തോട്ടൊരു കാറ്റൊക്കെ വീശുകയാണെങ്കിൽ നല്ല പോസിറ്റീവ് എനർജി കിട്ടൂലേ? ഇപ്പൊ കാറ്റയോൺ പോസിറ്റീവ് അയോൺ അങ്ങനെ ഓർത്തിരിക്കുക. ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് ക്ലോറൈഡ് അയോണായി അല്ലേ?
Cl- ആയി. അപ്പം അതിനെന്ത് വിളിക്കും? നെഗറ്റീവ് അയോണുകളെ വിളിക്കുന്ന പേരാണ് ആനയോണ്. ഒരു ആനക്ക് വരികയാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് ഫീലല്ല ഉണ്ടാവുക. നമ്മളെന്ത് ചെയ്യും? ഈ ആനപ്പന്നെ വന്ന് കുത്തുന്നൊക്കെ വിചാരിച്ചിട്ട് അല്ലേ നമ്മൾ ഓടിക്കുന്ന വിചാരിച്ച ഒരു നെഗറ്റീവ് എനർജിയാണ് ഒരു ആനനെ കാണുമ്പോൾ നമുക്ക് തോന്നുക. നമ്മൾ പെട്ടെന്ന് ഓടുകയൊക്കെ ചെയ്യും അല്ലേ? അപ്പം അങ്ങനെ ഓർത്തിരുന്നൂടെ? അപ്പം ആനയോൺ എപ്പോഴും എന്തെങ്കിലും ആനയോണ് നെഗറ്റീവ് അയോൺസ് ആവും, ഓർത്തിരിക്കുക. അതും സെറ്റാണല്ലോ. ഈ പ്രവർത്തനത്തിലൂടെ സോഡിയം ആറ്റവും ക്ലോറിൻ ആറ്റവും ബാഹ്യതമ ഷെല്ലിൽ അഷ്ടകം പൂർത്തീകരിച്ചില്ലേ? അങ്ങനെ അഷ്ടകം പൂർത്തീകരിച്ച് സ്ഥിരത കൈവരിക്കുന്നു. ഇപ്രകാരം ഉണ്ടാകുന്ന വിപരീത ചാർജുള്ള അയോണുകൾ തമ്മിൽ വൈദ്യുതാകർഷണത്തിലെ ഏർപ്പെടുകയും അവയെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുകയും ചെയ്യുന്നു. ഇത്തരം ബന്ധനത്തെ അയോണിക ബന്ധനം എന്ന് പറയുന്നു. കാരണം ഇവിടെ അയോൺസ് ഫോം ചെയ്തു. ഓർത്തിരിക്കുക, അയോൺസ് ഫോം ചെയ്തു. അതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇവക്കിടയിൽ എന്ത് ബന്ധനമാണ്? അയോണിക ബന്ധനമാണ് നമ്മൾ പറയുന്നത്. എന്ത് ബന്ധനമാണ്? അയോണിക ബന്ധനമാണുള്ളത്. കാരണം ഇവർ തമ്മിലുള്ള ആകർഷണം, എന്താകർഷണ? അവിടെ ഒരു വൈദ്യുതാകർഷണം ഉണ്ടാവുന്നുണ്ട്. കാരണം പോസിറ്റീവ് നെഗറ്റീവ് അല്ലേ? അപ്പം എന്താണ്? ഒരു വൈദ്യുതാകർഷണം അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവർക്ക് തമ്മിൽ ഉണ്ട്. ഇവിടെ ഒരു ആറ്റം, ഇവിടെ ഒരു ആറ്റം. അപ്പോൾ ഇവർക്കൊരു പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. ഇവിടെ എന്ത് അട്രാക്ഷൻ ഉണ്ടാവുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇതറിയപ്പെടുന്നത് എന്താണ്? അയോണിക ബന്ധനം. ഇവർ തമ്മിലുള്ള ബന്ധനം, ഇവിടെ അട്രാക്ഷൻ, ഇവർക്ക് തമ്മിലുള്ള അട്രാക്ഷനാണ് ഇലക്ട്രോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. പക്ഷെ ഇവരെ ബന്ധിപ്പിച്ച് നിലനിർത്തുന്നതാണ് ആ ഒരു ആകർഷണം എന്ന് പറയുന്നത്. പക്ഷെ ഇത്തരം ബന്ധനത്തെ നമ്മൾ വിളിക്കും എന്ത്? അയോണിക ബന്ധനം എന്ന് വിളിക്കും. ഇവരെ ഉറപ്പിച്ചു നിർത്താൻ ആവശ്യമായിട്ടുള്ള ആ ഒരു അട്രാക്ഷനെ വിളിക്കുന്ന പേരാണ് ഇത് വൈദ്യുതാകർഷണം അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ആ ഒരു ബന്ധനത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? അയോണിക ബന്ധനം എന്നാണ്. ആ ഒരു അട്രാക്ഷനെ വിളിക്കുന്നതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ആ ഒരു ബന്ധനത്തെ വിളിക്കുന്ന പേരാണ് അയോണിക ബന്ധനം. മനസ്സിലായല്ലോ? ഇലക്ട്രോൺ കൈമാറ്റം നോക്കിട്ടോ. ഇലക്ട്രോൺ കൈമാറ്റം മൂലമുണ്ടാകുന്ന രാസബന്ധനമാണ് അയോണിക ബന്ധനം. അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? അയോണിക് ബോണ്ട് എന്ന് വിളിക്കും. അയോണിക് ബോണ്ട് എന്ന് വിളിക്കും. ഓർത്തിരിക്കുക. അപ്പം ഈ അയോണിക ബന്ധനത്തിൽ എന്താ ഉണ്ടാവുന്നത്? വിപരീത ചാർജുകളുള്ള അയോണുകൾ തമ്മിലാണ് അല്ലേ? ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവ് അല്ലേ? ക്ലോറിന് എന്ത് കിട്ടി? നെഗറ്റീവ് കിട്ടി. സോഡിയത്തിന് പോസിറ്റീവ്. അപ്പം എന്താണ്? വിപരീത ചാർജാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പം നോക്കൂ, അയോണിക ബന്ധനത്തിൽ അയോണുകളെ ചേർത്ത് നിർത്തുന്നത് എന്താണ്? വിപരീത ചാർജുകളുള്ള അയോണുകൾ തമ്മിലുള്ള വൈദ്യുതാകർഷണമാണ് ഇവരെ ചേർത്ത് നിൽക്കുന്നത്. മനസ്സിലായോ? അയോണുകൾ തമ്മിലുള്ള എന്താകർഷണമാണ് ഇവരെ നിലനിർത്തുന്നത്? വൈദ്യുതാകർഷണം അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഇവരെ എന്ത് ചെയ്യുന്നത്? ചേർത്ത് നിർത്തുന്നത്. ആ ഒരു ബന്ധനത്തെ വിളിക്കുന്ന പേരാണ് അയോണിക ബന്ധനം എന്ന് വിളിക്കുന്നത്. ഓർത്തിരിക്കാട്ടോ. ബന്ധനത്തിൽ എന്താണ്? അയോണുകളെ ചേർത്ത് നിൽക്കുന്ന ആകർഷണം ഏതാ? വൈദ്യുതാകർഷണമാണ്. വൈദ്യുതാകർഷണം. സെറ്റല്ലേ? ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി അടുത്തത് വേറൊരു എക്സ്പെരിമെന്റ് നമുക്ക് കാണിച്ചു തരാം. നമുക്കൊന്നും കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം തന്നെ ഇതിൻ്റെ അതേ ഒരു രീതിയിൽ എന്ത് ചെയ്യാണ്? വേറൊരു എക്സ്പെരിമെന്റും കൂടി കാണിച്ചു തരാണ്. മെഗ്നീഷ്യവും നമ്മളെ ഓക്സിജനും എന്താണ്? നമ്മളെ MgO ഉണ്ടാവുന്നുണ്ട്. എങ്ങനെയാണ് മെഗ്നീഷ്യം ഓക്സൈഡ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ള ആ ഒരു പ്രവർത്തനം കാണിച്ചു തരികയാണ്. എങ്ങനെ ഉണ്ടാവുക? നമ്മൾ മെഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? മെഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 12 ആണ്. മനസ്സിലായോ? ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എത്ര? ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 8 ആണ്. മനസ്സിലായോ? അപ്പം ഈ ഓക്സിജന്റെ പ്രോട്ടോണിന്റെ എണ്ണം 8, അതേപോലെ തന്നെ മെഗ്നീഷ്യത്തിന്റെ പ്രോട്ടോണിന്റെ എണ്ണം എത്ര? 12 ആണ്. അപ്പൊ നമ്മൾ മെഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എന്ത് ചെയ്യും? നേരത്തെ എഴുതിയതുപോലെ എഴുതും. അപ്പൊ എഴുതുമ്പം നമ്മളെ മെഗ്നീഷ്യത്തില് ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണെന്ന് പറഞ്ഞു. കാരണം എന്താണ്? അതിൽ ടോട്ടൽ 12 ഇലക്ട്രോൺസ് ഉള്ളത്. അപ്പൊ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ 2, 8, 2 കിട്ടും അല്ലേ? 2, 8, 10. ബാക്കി 2 ബാഹ്യതമ ഷെല്ലിൽ 2. അപ്പൊ ഈ 2 എന്ത് ചെയ്യും? ഓക്സിജന് കൊടുക്കും. കാരണം എന്താ? ഓക്സിജന്റെ ബാഹ്യതമ ഷെല്ലിൽ 6 ഇലക്ട്രോൺസാ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 6 ഒരു 2 കിട്ടിയാൽ 8 ആയി അല്ലേ? പിന്നെ ഇവിടെ 2, 8 ആവുമ്പോൾ അവിടെയും അഷ്ടകം പൂർത്തീകരിച്ചു. അപ്പൊ നോക്കി, മെഗ്നീഷ്യം അല്ലേ കൊടുത്തത്? മെഗ്നീഷ്യം എത്ര ഇലക്ട്രോൺസിനെ കൊടുത്തു? നോക്കൂ, അതിന്റെ ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു. ആ 2 കൊടുത്തപ്പോൾ എന്ത് കിട്ടി? 2 പോസിറ്റീവ് കിട്ടി. കാരണം കൊടുക്കുന്നവർക്ക് എപ്പോഴും പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ മെഗ്നീഷ്യത്തിന് എന്ത് ചെയ്തു?
ടു പ്ലസ് എന്ന് എഴുതി. മെഗ്നീഷ്യത്തിന്റെ മുകളിൽ എന്ത് ചെയ്തു? 2+, 2 ഇലക്ട്രോൺസിനെ കൊടുത്തു എന്ന് പറയുമ്പോൾ എന്താ? കാറ്റയോൺസ് അല്ലെ? കാറ്റയോൺസ് ആണ്. 2 കാറ്റയോൺസ് ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. 2 ഇലക്ട്രോൺസിനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്തായി? ആ 2 ഇലക്ട്രോൺസ് പോയപ്പം 2, 8 എന്നായി. ഓക്സിജൻ എന്ത് ചെയ്തു? 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചു. അപ്പൊ 2 മൈനസ് അപ്പൊ എന്താ? 2 ഇലക്ട്രോണ് സ്വീകരിക്കാണ്. അപ്പൊ 6 ഉള്ളിടത്ത് എന്തായി? 8 ആയി. അപ്പൊ ഇതിനെന്ത് വിളിക്കും നമ്മള്? മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് വിളിച്ചു. മഗ്നീഷ്യവും ഓക്സിജനും കൂടിയിട്ട് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടായിരുന്നത് എങ്ങനെയാണ് മനസ്സിലായല്ലോ ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ. അപ്പൊ അതാ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നോക്കുക. നമ്മൾ പറഞ്ഞതാണ് മറ്റേ ക്ലോറിൻ്റെയും അതേപോലെ സോഡിയത്തിൻ്റെയും കേസിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു കേസും ആ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. എക്സ്പെരിമെൻറ്റിൻ്റെ മുമ്പുള്ളതും ശേഷമുള്ളതും. ഇനി ആ ഒരു സോഡിയം ഓക്സൈഡിലെ എക്സ്പെരിമെൻ്റ് ആണ്. ഇതോടെ എന്ത് ചെയ്തു? നമ്മൾ മെഗ്നീഷ്യം ഓക്സൈഡിൻ്റെ ആ ഒരു എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞു. അതിൻ്റെ പ്രവർത്തനം കഴിഞ്ഞു. അപ്പോൾ നോക്കി, ഈ മെഗ്നീഷ്യം ഓക്സൈഡിൻ്റെ നമുക്ക് രാസപ്രവർത്തനത്തിലൂടെ ഇതാണെങ്കിൽ എങ്ങനെ എഴുതാം? നിങ്ങളൊന്ന് പറഞ്ഞാണ് എങ്ങനെ എഴുതും? നമ്മളെ രാസസമവാക്യം അത് ഇതിൽ കൊടുത്തിട്ടില്ല, ഞാൻ എഴുതുന്നുണ്ട്. മഗ്നീഷ്യം എന്ത് ചെയ്തു? കൊടുത്തു എന്നുള്ളതിന് ഈ ഒരു 6 മാർക്ക് കൊടുത്തു. എന്താ കൊടുത്തിട്ടുള്ളത്? മഗ്നീഷ്യം 2+ ആയി അല്ലേ? 2 ഇലക്ട്രോൺസിനെ കൊടുത്തു. എത്ര ഇലക്ട്രോൺസിനെ? 2 ഇലക്ട്രോൺസിനെ. അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതല്ലോ, മഗ്നീഷ്യം 2+ 2 ഇലക്ട്രോണ്. അപ്പൊ ഈ ഇലക്ട്രോൺസ് എങ്ങോട്ടാ പോയത്? നമ്മളെ ഓക്സിജനിലേക്കാണ്. അപ്പൊ ഓക്സിജൻ ഇവിടെ ഇല്ലേ? ഓക്സിജൻ എന്തായി? 2- 2 ഇലക്ട്രോണ്. 2 ഇലക്ട്രോൺസിനെ വാങ്ങി. ഇങ്ങോട്ട് എന്തായി? O2- ഓക്സിജൻ ആണ് ഇങ്ങനെ ആയിട്ടുള്ളത് അല്ലേ? 2 ഇലക്ട്രോൺസിനെ വാങ്ങി. അപ്പൊ എന്തായി? O ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എല്ലാവരും ഓർത്തിരിക്കുക. സെറ്റ് ആണല്ലോ. അപ്പൊ മെഗ്നീഷ്യത്തിന്റെയും ഓക്സിജന്റെയും ആ ഒരു കേസ് ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയാണ് അതിന്റെ എക്സ്പെരിമെന്റ് തന്നെ. നമ്മളെ ഈ സോഡിയം അതേപോലെ ഇലക്ട്രോൺസ്, സോഡിയം ക്ലോറിനും തമ്മിലുള്ള ഒരു എക്സ്പെരിമെന്റ് എഴുതിയില്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. എങ്ങനെ വരുന്നത് ഒന്നും കൂടി ഞാൻ എഴുതി കാണിച്ചു തരാണ്. ആ ഒരു എക്സ്പെരിമെന്റ് മഗ്നീഷ്യം എന്താ ചെയ്യുന്നത്? ഓക്സിജന് 2- ആവാണ് ഇവിടെ ചെയ്യുന്നത്. കണ്ടോ? ഈ ഒരു എക്സ്പെരിമെന്റിൽ എന്താ ചെയ്യുന്നത്? ഓക്സിജൻ ഇവിടെ ഉണ്ട് ഓൾറെഡി. ഓക്സിജൻ എന്ത് ചെയ്യും? 2 ഇലക്ട്രോൺസിനെ വാങ്ങിയിട്ട് O2- ആവും അല്ലെ? O2- ആവും. കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ മെഗ്നീഷ്യം ഓൾറെഡി ഉണ്ടായിരുന്നു. മെഗ്നീഷ്യം എന്ത് ചെയ്തു? 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാണ്. എന്നിട്ട് മഗ്നീഷ്യം 2+, എത്ര ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തിട്ട്? 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തിട്ട്. അപ്പൊ അതിങ്ങനെ എഴുതും. ആ 2 ഇലക്ട്രോൺസ് എങ്ങോട്ട് പോകും? ഇവിടെ ഓക്സിജൻ ഉണ്ടായിരുന്നു. ആ ഓക്സിജന്റെ അടുത്തോട്ട് 2 ഇലക്ട്രോൺസ് പോവും. എന്നിട്ട് അതെന്ത് ചെയ്യും? O2- ആവും. ഇങ്ങനെയാണ് ആ ഒരു എക്സ്പെരിമെന്റ് വരുന്നത്, ആ ഒരു ഇക്വേഷൻ വരുന്നത്. അത് ഓർത്തിരിക്കുക. അപ്പം മെഗ്നീഷ്യം ഓക്സൈഡിന്റെ കിട്ടിയില്ലേ? അങ്ങനെ മെഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നത് ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മളെ സോഡിയം ഓക്സൈഡിന്റെ ഒരു പ്രവർത്തനം കാണിക്കുന്നുണ്ട്. എന്തിനാ കാണിക്കുന്നത്? സോഡിയം ഓക്സൈഡിനെ രാസസമവാക്യം നമ്മൾ എന്ത് വിളിക്കും? Na2O എന്നാണ് വിളിക്കുന്നത്. എന്താണ്? Na2O. എങ്ങനെയാണ് ഈ Na2O വരുന്നത്? 2 Na2O എങ്ങനെ വരുന്നത്? അതായത് സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 11. എന്താണ്? സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 11. അപ്പൊ നോക്കി, അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ സോഡിയത്തിന്റെ എന്താ വരിക? സോഡിയം Na. നമ്മൾ എന്താ പറയും? KLMN. അപ്പോൾ 11 ഉള്ളത്. അപ്പോൾ നമ്മൾ 1ൽ 2 കൊടുക്കും, 1ൽ 8 കൊടുക്കും, പിന്നെ ലാസ്റ്റിൽ 1 കൊടുക്കും. അപ്പോൾ 11 ആയില്ലേ? അപ്പോൾ നോക്കി, ഇവർ ഒരു ഇലക്ട്രോൺ ആണ് ബാഹ്യതമ ഷെല്ലിലുള്ളത് അല്ലേ? അപ്പൊ നമ്മൾ അങ്ങനെ എഴുതി. സോഡിയത്തിന്റെ മുകളിൽ നിന്നാണ് ഒരൊറ്റൊന്നാണ് ഉള്ളത് ബാഹ്യതമ ഷെല്ലില്. ഓക്സിജൻ എന്ത് വേണം? സോഡിയം ഓക്സിജനും തമ്മിൽ പ്രവർത്തിക്കുകയാണ്. അപ്പൊ ഓക്സിജന്റെ ബാഹ്യതമ ഷെല്ലിൽ 6 ഉള്ളത്. എത്ര എണ്ണം വേണം? 2 കൂടി വരണം. 2 ഇലക്ട്രോൺസിനും കൂടി ഓക്സിജന് കിട്ടിയാലേ ഓക്സിജൻ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം സോഡിയത്തിൽ 1 ഉള്ളൂ. അപ്പൊ വേറൊരു സോഡിയം കൂടി വന്നാലല്ലേ ഈ ഓക്സിജന് 2 കിട്ടുള്ളൂ. ഈ സോഡിയത്തിന്റെ ഒന്നും ഈ സോഡിയത്തിന്റെ ഒന്നും കൊടുത്താൽ ഓക്സിജന് 2 കിട്ടി. അപ്പൊ 8 ആയി. മനസ്സിലായല്ലോ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ നോക്കി, ഒരു സോഡിയം വരും, വേറൊരു സോഡിയം വരും. ഈ സോഡിയം ഈ ഓക്സിജന് 1 ഇലക്ട്രോൺ കൊടുക്കും. അപ്പൊ ഈ സോഡിയത്തിന് എന്ത് കിട്ടും? 1 പ്ലസ് കിട്ടും. ഈ സോഡിയം എന്ത് ചെയ്യും? ഈ ഓക്സിജൻ ഒന്ന് കൊടുക്കും. അപ്പൊ എത്ര കിട്ടും? 1 പ്ലസ് കിട്ടും. പക്ഷെ ഓക്സിജന് എത്ര പ്ലസ്സാ കിട്ടിയേ? 2 ഇലക്ട്രോൺസാ കിട്ടിയത്. അപ്പൊ 2 നെഗറ്റീവ്. ഓക്സിജൻ ഇങ്ങോട്ട് വാങ്ങിക്കില്ലേ? 2 വാങ്ങി. അപ്പൊ ഓക്സിജന്റെ മണ്ടയിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു സോഡിയത്തിന്റെ മണ്ടയിൽ നമ്മൾ എന്ത് ചെയ്തു? പോസിറ്റീവ് 1 ഇലക്ട്രോൺ കൊടുത്തു. ഓക്സിജന് 2 കിട്ടിയത് കൊണ്ട് 2 ഇലക്ട്രോൺസിന്റെ ആ 2
2 നെഗറ്റീവും കൊടുത്തു. അതാണ് ഇങ്ങനെ ഇക്വേഷൻ വരാൻ കാരണം. അപ്പൊ നോക്കി മനസ്സിലായല്ലോ ഈ ഒരു സമവാക്യം. അപ്പോൾ സോഡിയം ഓക്സൈഡ് എങ്ങനെ ഉണ്ടാവുന്നത്? 2 സോഡിയങ്ങളും 1 ഓക്സിജനും ചേർന്നിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഇവിടെ 2 സോഡിയല്ലേ, 1 2 Na2 പിന്നെ 1 ഓക്സിജനും Na2O എന്ന് വിളിക്കുന്നത്. സെറ്റ് അല്ലേ? അപ്പം ഇതൊക്കെ എന്താണ്? അയോണിക ബന്ധനമാണ്. അത് ഓർത്തിരിക്കുക. എന്ത് ബന്ധനമാണ്? അയോണിക ബന്ധനമാണ്. അപ്പൊ സംയുക്തത്തിലെ അയോണിക ബന്ധനം ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം ഉപയോഗിച്ച് താഴെ ചിത്രീകരിക്കുന്നു. മനസ്സിലായല്ലോ? ഇനി അടുത്തതാണ് സോഡിയം ഫ്ലൂറൈഡിന്റെ എക്സ്പെരിമെന്റ് അവിടെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ഇതേപോലെ എഴുതി നോക്കുക കേട്ടോ. കാരണം സോഡിയത്തിന്റെ നമുക്കറിയാം 2 8 1 വരിക. അതിന്റെ ബാഹ്യദശയിൽ 1 ഇലക്ട്രോൺ വരും. പിന്നെ നമ്മള് ഫ്ലൂറിൻ ആണ്. സോഡിയം ഫ്ലൂറൈഡ് എന്ന് പറയുമ്പോൾ അവിടെ ഫ്ലൂറിൻ അല്ലേ. അപ്പൊ ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ എത്ര? 7 8 9 ആണ്. സോ ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ അറിയുന്നത് 9 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 9 എന്നുള്ളതിന് ഒന്നാമത്തെ ഷെല്ലിൽ 2 കൊടുക്കും. രണ്ടാമത്തെ ഷെല്ലിൽ 8 കൊടുക്കാണ്ടോ? ഇല്ല, 7 കൊടുക്കാനുള്ളൂ. അപ്പൊ 7 കൊടുക്കും. അപ്പൊ ഈ സോഡിയത്തിൽ 1 ഇവിടെ ചെയ്യും. അപ്പൊ 1 ഇങ്ങോട്ട് കൊടുത്താൽ പോരെ. അങ്ങനെ Na+ഉം ഫ്ലൂറിൻ മൈനസും വരും. 2 8 മൈനസ്. ആ നേരത്തെ രീതി പോലെ തന്നെ ഓർത്തിരിക്കുക. അതുപോലെ ചെയ്യുക. ഈ മഗ്നീഷ്യം ഫ്ലൂറൈഡ് ആവുമ്പോൾ അങ്ങനെ തന്നെ. മഗ്നീഷ്യത്തിൽ എന്താ? മഗ്നീഷ്യത്തിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. പക്ഷെ മഗ്നീഷ്യത്തിന്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? 2 ഫ്ലൂറിന് ചേരുന്നുണ്ട്. കാരണം എന്താണ്? ഈ ഫ്ലൂറിന് ഒരൊറ്റൊരു ഇലക്ട്രോണിനെ മതി അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. മഗ്നീഷ്യത്തിന്റെ ബാഹ്യദശയിൽ 2 ഉണ്ട്. ഫ്ലൂറിന് ഒരൊറ്റൊന്ന് മതി. അപ്പൊ ഈ മഗ്നീഷ്യം ഈ ഫ്ലൂറിനും കയറുമ്പോൾ 1 ഇലക്ട്രോൺ വെറുതെ അവിടെ നിൽക്കൂലേ. അപ്പൊ മഗ്നീഷ്യത്തിന് എന്ത് ചെയ്യണം? 1 ഇലക്ട്രോണിനും കൂടി കൊടുക്കണം ആർക്കെങ്കിലും. അപ്പൊ വേറൊരു ഫ്ലൂറിനും കൂടി വരും. അപ്പൊ ആ ഫ്ലൂറിനും 1 ഇലക്ട്രോൺ കൊടുക്കും. അങ്ങനെയാണ് മഗ്നീഷ്യം എന്ത് ചെയ്യുന്നത്? 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നത്. മനസ്സിലായല്ലോ? മഗ്നീഷ്യം എന്ത് ചെയ്യും? 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കും. എന്താ ചെയ്യുന്നത്? 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യും? അങ്ങനെ മഗ്നീഷ്യം 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയും എന്താവും? Mg, ഒരൊറ്റൊരു Mgയും പിന്നെ 2 ഫ്ലൂറിനാണ് അവിടെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് എന്താവും? MgF2 എന്നാവും. MgF2. മനസ്സിലായല്ലോ? MgF2. വിട്ടുകൊടുക്കുന്നവർക്ക് പോസിറ്റീവും സ്വീകരിക്കുന്നവർക്ക് എന്താവും? നെഗറ്റീവും ആവും കിട്ടുക. അത് ഓർത്തിരിക്കുക. അപ്പൊ നോക്കി, അയോണിക ബന്ധനം വഴി ഉണ്ടാകുന്ന സംയുക്തങ്ങൾ അയോണിക സംയുക്തങ്ങൾ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ അയോണിക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഇവിടെ ഒക്കെ അയോണിക ബന്ധനം അല്ല ഉണ്ടായത്, അയോൺസ് ഫോം ചെയ്തിട്ടാണ് ഉണ്ടായത്. അപ്പൊ അവിടെ ഉണ്ടായിട്ടുള്ള നമ്മൾ MgCl2നെയും MgO2നെയും MgF2നെയും NaCl2നെയൊക്കെ നമ്മൾ എന്ത് വിളിക്കും? അയോണിക സംയുക്തങ്ങൾ അല്ലെങ്കിൽ അയോണിക് കോമ്പൗണ്ട്സ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. എന്ത് വിളിക്കാൻ പറ്റും? അയോണിക സംയുക്തങ്ങൾ അല്ലെങ്കിൽ അയോണിക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കാൻ പറ്റും. അത് ഓർത്തിരിക്കുക. സെറ്റ് ആണല്ലോ? ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നോക്കൂ. സഹസംയോജന ബന്ധനം അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ടിങ് എന്ന് വിളിക്കുക. കോവാലന്റ് ബോണ്ടിൽ അല്ലെങ്കിൽ എന്ത് വിളിക്കും? സഹസംയോജന ബന്ധനം. ഇതെന്താണ് സംഭവം എന്ന് നമുക്ക് ഓർത്തിരിക്കാം. എന്താണ് സഹസംയോജക ബന്ധനം അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ടിങ്? നമ്മളെ ഫ്ലൂറിന്, ക്ലോറിന്, ഓക്സിജന്, നൈട്രജന് മുതലായവയൊക്കെ എന്താണ്? ദ്വയാറ്റോമിക തന്മാത്രകളാ. അതായത് ഇവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഒറ്റക്ക് നിൽക്കാൻ പറ്റൂല. അതായത് ഇപ്പോൾ പിന്നെ നമ്മളെ ക്ലോറിനും ഫ്ലൂറിനും നൈട്രജനും ഓക്സിജനും ഒക്കെ എടുക്കുകയാണെങ്കിൽ ഓക്സിജനൊക്കെ എന്താണ്? O ആയിട്ട് നിൽക്കാൻ പറ്റൂല. രണ്ട് ഓക്സിജൻ തന്മാത്രകളായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഓക്സിജൻ ഇവിടെ ഉണ്ട്, വേറൊരു ഓക്സിജൻ ഇവിടെ ഉണ്ട്. ഈ ഓക്സിജന്റെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസാ? 6 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. നിങ്ങൾക്ക് അറിയാലോ എത്ര ഇലക്ട്രോൺസാ? 1 2 3 4 5 6 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഒന്നും കൂടി വ്യക്തമായിട്ട് കാണാൻ ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നുണ്ട്. എത്ര ഇലക്ട്രോൺസാ? 6 ഇലക്ട്രോൺസ് ആണ് ഇവിടെ ബാഹ്യതമ ഷെല്ലിൽ ഉള്ളത്. ഒരു മിനിറ്റ്. പിന്നെ അതേപോലെ തന്നെ വേറൊരു ഓക്സിജന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ എത്ര ഇലക്ട്രോൺസാ ഉള്ളത്? ഇവിടെ 6 എണ്ണം. 1 2 3 4 5 6. ഈ ബാഹ്യതമ ഷെല്ലിലും 6 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പൊ നോക്കി, ഓക്സിജന് സ്ഥിരത കൈവരിക്കാൻ ഇവരെന്ത് ചെയ്യും? ഇവർ തമ്മിൽ ഈ ഒരു ഇലക്ട്രോൺസിനെ ഇങ്ങോട്ടും ഈ ഒരു ഇലക്ട്രോൺസിനെ ഇങ്ങോട്ടും ഇവർ തമ്മിൽ ഇങ്ങനെ കൈകോർത്ത് നിൽക്കും. അപ്പൊ നോക്കി, കാരണം ഇവർക്ക് എന്ത് വേണം? 2 ഇലക്ട്രോൺസിന് എക്സ്ട്രാ വേണം, എന്നാലേ ഇവർക്ക് സ്ഥിരത കിട്ടുള്ളൂ. അതേപോലെ ഈ ഓക്സിജനും 2 ഇലക്ട്രോൺസിനെ വേണം. പക്ഷെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ചേർത്ത് ഇങ്ങനെ നിൽക്കും. അപ്പം ഇവരെന്ത് ചെയ്യും എന്നാണ് ഇവിടെ ഒരു ബോണ്ടിങ് ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു ബോണ്ടിങ്ങിനെ വിളിക്കുകയാണ്
സഹസംയോജക ബന്ധനം അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ടിങ് എന്ന് വിളിക്കുന്നത്. ഇവരെന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പങ്കിട്ടുകൊണ്ട് നിൽക്കും, ഒന്ന് സംയോജിച്ചുകൊണ്ട് നിൽക്കും. അതിനെയാണ് സഹസംയോജക ബന്ധനം എന്ന് വിളിക്കുന്നത്. നമ്മളെ ക്ലോറിൻ ആവട്ടെ, ഫ്ലൂറിൻ ആവട്ടെ, ഇവരുടെയൊക്കെ കേസിൽ എന്താണ്? ഈ ഒരു സഹസംയോജന ബന്ധനമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താണ്? ഒരു ഒറ്റക്ക് നിൽക്കാൻ പറ്റൂല. ഇവർക്ക് രണ്ടെണ്ണമായിട്ട് ദ്വയാറ്റോമിക തന്മാത്രകളായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ഫ്ലൂറിനിൽ 2 ആറ്റങ്ങൾ ചേർന്നിട്ടേ ഉണ്ടാവാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? എന്താണ് ഇപ്പം നമ്മൾ ഫ്ലൂറിൻ എടുക്കുകയാണെങ്കിൽ ഫ്ലൂറിന് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പോൾ ഒന്നാമത്തെ ഷെല്ല് എടുക്കുകയാണെങ്കിൽ ആ ഒന്നാമത്തെ ഷെല്ലിൽ നമ്മൾ 2 കൊടുത്തു. രണ്ടാമത്തെ ഷെല്ലിൽ നമുക്ക് എന്ത് കൊടുക്കണം? നമുക്ക് ബാക്കി ഉള്ള 9 എണ്ണത്തിൽ നിന്ന് 2 പോയാൽ ബാക്കി 6 ആ 6 നമ്മൾ അതിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ കൊടുക്കും. 2 2 2 ഓക്കെ. അപ്പോൾ എത്ര എണ്ണ കൊടുത്തിട്ടുള്ളത്? 9 എണ്ണമാണ് ഇവർക്ക് ടോട്ടൽ ഉള്ളത്. 9 എണ്ണം ഉള്ളതിൽ നമ്മൾ എന്ത് ചെയ്യും? 7 എണ്ണം ഇവരെ ബാഹ്യതമ ഷെല്ലിൽ കൊടുക്കും. 7 എണ്ണമാണ് കേട്ടോ, 7 ആണ്. 9 അല്ലേ? 9 ആവുമ്പോൾ എന്താണ്? 2 പിന്നെന്ത് വരും? 2ഉം 7ഉം ആണ് വരിക. 2ഉം 7ഉം. അപ്പോൾ ഒന്നാമത്തെ ഷെല്ലിൽ 2 എണ്ണം, ബാഹ്യതമ ഷെല്ലിൽ 7 എണ്ണം വരും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഈ 2 7 എന്നല്ല വരുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലൂറിൻ എന്ത് ചെയ്യണം? ഒരു ഇലക്ട്രോൺസിനെയും കൂടി കിട്ടിയാലേ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് പൂർത്തിയാവുള്ളൂ അല്ലേ? ഒരു ഇലക്ട്രോണിനും കൂടി കിട്ടിയാൽ എന്ത് ചെയ്യും? ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് പൂർത്തിയാവും. അപ്പോൾ അഷ്ടക ഇലക്ട്രോൺ സംവിധാനം ലഭിക്കാൻ ഒരു ഫ്ലൂറിൻ ആറ്റത്തിന് ഒരു ഇലക്ട്രോൺ കൂടി വേണം. എത്ര വേണം? ഒരു ഇലക്ട്രോണും കൂടി